ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ തരത്തിലുള്ളതായ ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് തകർന്നു പോകാതെ പരിപാലിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ദൈവം സഹായിച്ചാട്ട. ടെസ്റ്റിമണി പറയുവാനുള്ള എല്ലാ ദൈവകൃപയും കൊടുത്താട്ട. ഹല്ലേലൂയ. നെറ്റ്വർക്കിനെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, കേൾക്കുന്ന ജനത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആത്മീക വർധനവിന് കാരണമായി തീരുവാൻ, നിങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സിസ്റ്റർ, ഛത്തീസ്ഗഡിൽ എവിടെയാണ്? എന്റെ ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ സിസ്റ്റർ. റായ്പൂരിൽ നിന്ന് 6 മണിക്കൂറത്തെ യാത്ര. ആ ദേശത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ. ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന്റെ ദാസിക്ക് അതിപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. എൻ്റെ പേര് ലുദിയ അലക്സ് എന്നാണ്. ഞാൻ ഏകദേശം 30 വർഷത്തോളമായി ഛത്തീസ്ഗഡ് നാരായൺപൂരിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ സ്ഥലം ട്രൈബൽ ഏരിയയാണ്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് 21 വയസ്സുള്ളപ്പോൾ ഞാനിവിടെ വന്നതാണ്. ഇന്ന് എനിക്ക് 54 വയസ്സുണ്ട്. വളരെ കഷ്ടതയിലും പ്രതികൂലങ്ങളുടെ മുന്നിൽ കർത്താവ് ഞങ്ങളെ വിജയത്തോടെ നടത്തി. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അലക്സ് തോമസ് എന്നാണ്. എനിക്ക് 20 വയസ്സും പുള്ളിക്ക് 21 വയസ്സും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളിവിടെ വരുമ്പോൾ വളരെ ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഭാഷയൊന്നും അറിയത്തില്ല. ഹിന്ദി ഞങ്ങൾക്ക് നല്ലതായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല ആ സമയമാണ്. അതുപോലെ തന്നെ എനിക്ക് അഗ്രികൾച്ചറിലൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസന് PWയിൽ ഡ്രൈവറായിരുന്നു. പുള്ളിയും ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് കർത്താവിൻ്റെ വിളിപ്രകാരം ഞങ്ങൾ നോർത്തിലേക്ക് കടന്നു വന്നത്. അന്ന് ഇവിടെ ബസ്തർ ഡിസ്ട്രിക്ട് എന്നാണ് പറയുന്നത്, അന്ന് ഛത്തീസ്ഗഡ് അല്ല. അപ്പോൾ ഈ ബസ്തർ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൈബൽ മാത്രം എന്ന് പറഞ്ഞാൽ 6 തൊട്ട് 60 വരെ നല്ലതുപോലെ വസ്ത്രം ധരിക്കാത്തവരും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തവരും പിന്നെ ജീവിത രീതികൾക്കൊക്കെ വളരെ വ്യത്യാസമുള്ള ഒരു മേഖലകളിലാണ് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾക്കും ശരിയായിക്ക് ഭാഷ സംസാരിക്കാൻ അറിയത്തില്ല. അവരോട് ഞങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്സ് കൊടുത്തിട്ട് ഇസ്കോ പാടന നെയ്, ഇസ്കോ ഫേക്ന നെയ്, ഇസ്കോ ജൊലാന നെയ്, ഇസ്കോ പഠന, ഇത്രയും പറയാനേ ഞങ്ങൾക്ക് ഒന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ട്രാക്സും ഒക്കെ ആയിട്ട് പിന്നെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഓരോ ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ 10, 20, 30 കിലോമീറ്റർ നടന്നാണ് ഓരോ വില്ലേജുകളിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ വില്ലേജുകളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു വില്ലേജിനകത്ത് ഒരു 30 വീട് കാണും, ചില സ്ഥലത്തൊക്കെ ഒരു 10 വീട് കാണും. അപ്പൊ ഇവർക്ക് വേണ്ടി ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും കർത്താവിനെ കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല. മലയാളത്തിൽ പ്രാർത്ഥിച്ചിട്ടെങ്കിലും പോരാ എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം ഞങ്ങളിലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവരുടെ വീട്ടിലെ സകല പണികളും തീർന്നിട്ട് ഇവരൊരു ചാക്ക് കഷ്ണമായിട്ട് വരും ഞങ്ങളെ ഇരുത്താൻ. അവർ ഈ ചാക്ക് കഷ്ണം കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എവിടെന്നാ വന്നതെന്ന് ചോദിക്കും. ഞങ്ങൾ നാരായൺപൂർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ പിന്നെ ഈ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്ന ഒരു വെള്ളം തരും. അപ്പൊ ഞാൻ അച്ചാൻ്റെ കൊടുത്തിട്ട് ഇത് കഞ്ഞിവെള്ളമാണോ എന്ന് ചോദിക്കാം. അപ്പൊ അച്ചാൻ പറയും, ഇത് കുടിക്കരുത്, ഇവരുണ്ടാക്കുന്ന മദ്യമാണ്. അപ്പൊ ഇത് നമുക്ക് ഇത് കുടിക്കരുത്, ഇങ്ങ് തന്നാൽ മതി എന്നിട്ട് അച്ചാൻ അത് പുറത്ത് കളയും. ആ ഗ്ലാസ്സിനെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ അച്ചാനും കൊടുക്കും. അപ്പൊ അച്ചാനും അതങ്ങ് പുറത്ത് കളഞ്ഞ് നല്ല ടേസ്റ്റ് ആണെന്ന് പറയും. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഈ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് നമുക്ക് തരുമ്പോൾ നമ്മൾ അവരെ നമ്മളെ
സ്വീകരിച്ചു, നമ്മൾ അവരെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളെ ഇരുത്തി. അപ്പൊ ഞങ്ങള് കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ പറയണമെന്ന് ആ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയാണ് ഞങ്ങളിൽ വെളിപ്പെടുന്നത്. പിന്നീട് ഓർത്താൽ ഞങ്ങൾ എന്താ പറയാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല. അതുപോലെ അവരോട് ഞങ്ങൾ സുവിശേഷം പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് നടന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു മാവിന്റെ ചുവട്ടിൽ വന്നിട്ട് രണ്ടുപേരും അവിടെ ഇരിക്കും. ചില സമയങ്ങളിൽ റൊട്ടി എന്തെങ്കിലും കയ്യിൽ കാണും, ചില സമയങ്ങൾ അത് കാണാറില്ല. ഈ വെള്ളവും കുടിച്ചിട്ട് ഒരു ടവൽ പോലത്തെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിനെ ആ മാവിന്റെ ചുവട്ടിൽ വിരിച്ചിട്ടിട്ട് രണ്ടുപേരും കൂടി പോയി എത്ര വീടുകളിൽ കയറിയോ ആ വീടുകൾക്ക് വേണ്ടി ആ മാവിന്റെ ചുവട്ടിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഇതിൽ നിന്നും ഈ കുടുംബങ്ങളെ ഞങ്ങൾക്ക് നീ അവരെ സ്വതന്ത്രമാക്കണം, നിന്നെ ആരാധിക്കാൻ ഇവരോട് നീ ഇടപെടണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരും. ഒരു സൺഡേയിൽ മാത്രമാണ് ഞങ്ങൾ വീട്ടിലുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഞങ്ങൾ പോവുമായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ പോകുന്ന സമയം ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഞങ്ങൾ ചെല്ലുന്ന സമയം ഗ്രാമത്തിൽ ഞങ്ങൾ ചെല്ലുന്ന സമയം തന്നെ കുറച്ച് RSSന്റെ ടീം, അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വലുതായിട്ട് രാഷ്ട്രീയമൊന്നും ഇല്ല, എന്നാലും അങ്ങും ഇങ്ങും ഒക്കെ 2-3 പേരൊക്കെ അധികാരം പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു അവസരമാണ്. അപ്പൊ അവിടുത്തെ ഗ്രാമത്തിന്റെ മുഖ്യ ഒരു വ്യക്തിയുണ്ട്. അവരെയും കൂട്ടുപിടിച്ചിട്ട് വന്ന് ഞങ്ങളോട് പറയുകയാണ്, ഈ ഗ്രാമത്തിൽ ചില വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ തലയ്ക്ക് സുഖമില്ലാത്തവര്, ചിലവര് മദ്യപിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ഉണ്ട്. നിന്റെ യേശു അവരെയൊക്കെ വിടുവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഗ്രാമത്തിൽ വരാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെല്ലുന്ന സമയം ഞങ്ങൾ ഒരു വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി കാണിക്കുകയാണ്. ആ വീട്ടിനകത്ത് ഒരു 10-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ഈ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ വ്യക്തിയെ കണ്ടിട്ട് അവര് ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് പറയണം, ഇവൻ 5 വർഷം കൊണ്ട് തലയ്ക്ക് സുഖമില്ലാതെ ബന്ധിച്ചിട്ടിരിക്കുക, ഇവനെ നിങ്ങൾ പ്രാർത്ഥിച്ച് സുഖമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വില്ലേജിൽ വീണ്ടും വരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഉടനെ തന്നെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാം എന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ശരി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ അതിനു വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2-3 ആഴ്ച തുടരെ ആ വില്ലേജിൽ ഞങ്ങൾ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുത്തെ ഈ തലയ്ക്ക് അസുഖമായിട്ടിരിക്കുന്ന ആ പുള്ളിക്കാരന്റെ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു 3 ദിവസം നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഇവിടെ വരുന്നതിന്റെ 2 ദിവസത്തിന് മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയാണ്, 3 ദിവസം ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ദേശത്തുള്ള ജനം ആ വിടുതൽ കണ്ട് കർത്താവിനെ ആരാധിക്കാൻ ഇടയാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതുപോലെ അച്ഛനോട് പറഞ്ഞു, അപ്പൊ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പോകാം. അപ്പൊ എനിക്ക് എൻ്റെ 2 മക്കളുണ്ട്, പിന്നെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോ ഇവർക്കാണെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ഒന്നും ഇല്ലാത്ത സമയമാണ്. കാരണം അന്ന് ഞങ്ങൾ നിൽക്കുന്ന സംഘടന എന്ന് പറഞ്ഞാല് പിന്നെ ഇത് പറഞ്ഞ അജിത് ബ്രദർ എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഗ്രേസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആ പുള്ളിയോടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ പോണ സമയം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മാത്രം. അപ്പൊ ഞാൻ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഈ പിള്ളേർ അത് കഴിച്ചു തീർക്കും. പിന്നെ ഇവർ വിശന്ന് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവരെ എൻ്റെ തോളിലിട്ട് കിടത്തിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ആരാധന കഴിയുന്നവരെ ഇവർ ഉറക്കം എണീക്കരുത്, ഇവർ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വീട്ടിൽ 3 ദിവസം ഫാസ്റ്റിംഗ് ഉണ്ട്. ഈ പോകുന്ന സമയം ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ ആഹാരമില്ല. ഈ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ആഹാരം കൊടുക്കാനില്ലാതെ മിക്ക 2 ആഴ്ചയിലും 3 ആഴ്ചയിലും ഒരു ദിവസമൊക്കെ ആയിരിക്കും എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കിട്ടണം. ഞാൻ ജീരക വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച് അതാണ് കുഞ്ഞുങ്ങൾക്ക് കുപ്പിയിലടച്ച് ഞാൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് കുടിക്കുമ്പോൾ ഇവരങ്ങ് ഉറങ്ങും. ഞാൻ ദൈവത്തോട് പറയണം, ഇതിനകത്ത് സകല പ്രോട്ടീനും അടക്കി കർത്താവെ നീ അവരെ ബലപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഈ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ ആ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് 3 ദിവസം ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവര് വൈകുന്നേരം അവര് ഭക്ഷണം കഴിക്കും. പക്ഷെ ഞാനും അച്ചാനും മാത്രമേ കഴിക്കാതെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഒരുപോലെ പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം അപ്പൊ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർ കൊടുക്കും. പിറ്റേ
ദിവസം രാവിലെ, അതായത് വ്യാഴാഴ്ച പ്രാർത്ഥന തുടങ്ങുന്നു, ബുധനാഴ്ച പ്രാർത്ഥന തുടങ്ങുന്നു. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. നാളെ 12 മണിക്ക് ഞാൻ ഈ ബന്ധനത്തെ അഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞ് നാളെ 12 മണിക്ക് ദൈവം അവന് ശക്തമായിട്ട് വിടുവിക്കും, ദൈവത്തിന്റെ വാക്തത്വം ഉണ്ട്. അതുകൊണ്ട് നാളെ അവരോട് ഫുള്ളായിട്ട് ഉപസിക്കാൻ പറയണം. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്നു പ്രാർത്ഥിച്ച് ഉപസിച്ച് ദൈവത്തിന്റെ ആത്മാവ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് വരുന്ന സമയം തന്നെ അവന് ബോധം, പരിശുദ്ധാത്മാവ് അവന് കൂടി നിന്നിരുന്ന സകല ബന്ധനത്തെ അഴിച്ച് അവന്റെ മേലുള്ള ഒരു വലിയ ആത്മീയ ശക്തി ഇറങ്ങി അവൻ പെട്ടെന്ന് തന്നെ ബോധമുള്ളവനായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു നിർത്തിയത് അവൻ ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്നെ ആരാ ഇങ്ങനെ കെട്ടിയ, ഇതെന്താ എന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന, എന്താ എന്റെ ഈ വസ്ത്രം ഇങ്ങനെ. ഞങ്ങൾ വളരെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ വിടുതൽ അവിടെ നടന്നില്ല എങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ കാല് വെക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഞങ്ങളെ അവർ കൊന്നുകളയും, അതല്ലെങ്കിൽ ആ ദേശത്തിന് ഞങ്ങൾക്ക് കാല് വെക്കാൻ പറ്റാത്ത ഒരു നിരാശയോടെ മടങ്ങി വരേണ്ടി വരും. എങ്കിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നാം കാല് വെക്കുന്ന സ്ഥലമെല്ലാം നമുക്ക് അവൻ അവകാശമായി തരുമെന്നുള്ള വാഗ്ദത്തം അവിടെ നിറവേറുവാനിടയായി. പൂർണ്ണമായ ഒരു വിടുതൽ അവന് കൊടുത്തു. പെട്ടെന്ന് തന്നെ അവന്റെ പിതാവിനോട് അവൻ പറയുകയാണ്, എന്റെ കാലിൽ കെട്ടിയിരിക്കുന്ന ഇരുമ്പ് ചങ്ങലയാണ്, ഇതിനെങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ. അപ്പോൾ അച്ചാനും ആ മനുഷ്യനും കൂടി ചേർന്ന് അതിനെ എല്ലാം തട്ടി പൊട്ടിച്ച് അവനെ സ്വതന്ത്രമാക്കി. അച്ചാൻ തന്നെ അവനെ കുളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സ്, അവന്റെ ഡ്രസ്സ് ഇല്ല. അച്ചാന്റെ പാന്റും ഷർട്ടും എല്ലാം അവന് കൊടുത്തിട്ട് അവനെ പ്രാർത്ഥിച്ച് അന്ന് ഞങ്ങൾ ആ വെള്ളിയാഴ്ച 6-7 മണിയായപ്പോഴാണ് അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന. ഇന്ന് ദൈവകൃപയാൽ അവൻ വിവാഹം കഴിഞ്ഞ് അവന്റെ മോളുടെ വിവാഹവും കഴിഞ്ഞ് അവൻ നല്ലൊരു വിശ്വാസിയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ വില കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഞാൻ ആ ദേശത്തിന് വേണ്ടി വളരെ കരയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ദൈവത്തോട് ഇങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷം വരെ ആ വില്ലേജിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുടുംബത്തെയാ ദൈവം തന്നത്. ആ വ്യക്തി ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഞാനും എന്റെ അച്ഛനും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ നാക്ക് കാണിച്ചു തരാം. ഈ നാക്കിന്റെ അടിയിൽ ഒരു നമ്മുടെ ഈ ഹോളിഫ്ലവർ ഇരിക്കുന്നത് പോലെ ഒരു കഷ്ണം ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ പല ഡോക്ടറെയും കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, യേശുവിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ പൂർണ്ണമായി വിടുവിക്കും. ഈ വാക്ക് കേട്ടപ്പോൾ അവൻ എന്നോട് പറയാണ്, യേശുവിനെ എനിക്ക് അറിയത്തില്ല, യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ പുള്ളിക്കാരനോട് പിന്നെ ഹിന്ദി നല്ലതായിട്ട് പറയാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് ഹിന്ദിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, യേശുവാണ് നമ്മുടെ രക്ഷിതാവ്, അവൻ കൂടി അല്ലാതെ നമുക്ക് വിടുതലില്ല. അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവനിങ്ങനെ അവന്റെ പാപത്തെ കുറിച്ചുള്ള ബോധം കൊണ്ട് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛൻ ഉടനെ ചോദിച്ചു, ഇവിടെ വേണം നീ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ പറയുന്ന സമയം നാക്കില് തേച്ചിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഈ പുള്ളി ഒരു മിനിറ്റ് സ്റ്റക്കായി പോയി സിസ്റ്റർ. നെറ്റ്വർക്ക് പോയെന്നോ നോക്കളെ, സ്റ്റക്കായി പോയി. ഒന്നുകൂടെ പറഞ്ഞേട്ടാ അവിടെ ആ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞ ഈ മനുഷ്യന് നാക്കില് ഒരു ഈ എന്ന് പറയുന്ന നമ്മുടെ ഇതില്ലേ ഫുൾഗോപിയുടെ അതുപോലത്തെ ഒരു സാധനം പോലും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എണ്ണ പ്രാർത്ഥിച്ച് അച്ഛൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് രാത്രി തേച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ ഇത് തേച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പുള്ളിയുടെ തലയണയിൽ ഇത് വീണ് കിടക്കുക. അപ്പൊ ഇത് ഭയങ്കര വിശ്വാസമായ ആള് അയാളുടെ വീട്ടിൽ ഞങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. ആ ഗ്രാമത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ കർത്താവ് തന്നു. ഭയങ്കര അതിശയമായി ആ ദേശത്തിന് ദൈവം വലുതായിട്ട് വിടുവിച്ചു. അപ്പൊ അവിടുത്തെ കൊത്തുവാള് എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ തലവൻ, ഇവരെല്ലാം നമ്മുടെ പക്ഷത്തായി. അങ്ങനെ എല്ലാ സൺഡേയിൽ അവിടെ ആരാധന, എല്ലാ ബുധനാഴ്ച ആരാധന, എല്ലാ വെള്ളിയാഴ്ച ആരാധന. അങ്ങനെ ജനം ഒരു കൂട്ടം വിധവകളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഒരു കൂട്ടം അവിടെ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക്
2 വേല സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ വേറെ സ്ഥലത്തുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടാണ് ഇവിടെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ആരാധന നടത്താൻ വരുന്നത് ഞാനും അവിടെ കർത്താവിന്റെ ദാസനാണ് നടത്തുന്നത്. ഒരു സമയം ഞാനിങ്ങനെ ആരാധിച്ചു. എന്തോ സിസ്റ്റർ, ഇത് നാരായൺപൂര്. അല്ല സിസ്റ്റർ ഒക്കെ ഇപ്പൊ പ്രവർത്തിച്ചതാണ് അപ്പൊ നാരായൺപൂര്, ഈ നാരായൺപൂര് സ്ഥലത്താണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു വിടുതലായപ്പോ ഒരു സഭ അവിടെ കൂടി വരാൻ തുടങ്ങി. അടുത്ത സ്റ്റേഷനിൽ വേറൊരു സഭയും നമ്മൾ ആരംഭിച്ചു. അങ്ങനെ ഇവിടെ ഒരു ദിവസം ഞാൻ വരുന്ന സമയം പിന്നെ എന്ത് പറഞ്ഞാല് ഓരോ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടെ ഈ കോണ്ടകാവ് എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് 52 കിലോമീറ്റർ ദൂരം ഞാൻ ബസ് യാത്ര ചെയ്താണ് ഇവിടെ വന്ന് ആരാധന നടത്തുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ തന്നെ എണീറ്റ് ചർച്ചിൽ പായെല്ലാം ഇട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് 7 മണിക്കുള്ള ബസ്സിൽ എനിക്ക് വരണം. ഞാൻ ഈ ബസ്സിൽ കയറി നാരായൺപൂരിന് സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഒരു 5 കിലോമീറ്റർ ഈ ആരാധന നടക്കേണ്ട സ്ഥലത്ത് പോകണം. അത്ര ദൂരമുണ്ട്. പക്ഷെ 2 സൈഡും കാടും ഒരു സൈക്കിളിന് പോകാനുള്ള യാത്ര സൗകര്യമേ ഉള്ളൂ. അപ്പൊ അതുവഴി ഞാൻ നടന്നാ പോകുന്നത്. നമുക്ക് നക്സലൈറ്റിന്റെ പ്രശ്നമുണ്ട്, BJP-യുടെ പ്രശ്നമുണ്ട്, ഇത് ഒക്കെ ഉണ്ടെങ്കിലും ആ വഴി കൂടെ വേണം എനിക്ക് പോകാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ബസ്സിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നോട് പറഞ്ഞു, ആന്റി ദീദി ഇന്ന് ആരാധനയ്ക്ക് വരണ്ട, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഇന്ന് ദീദിക്ക് എതിരായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രാമക്കാരെല്ലാം ഒരുങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇന്ന് ആരാധന നടക്കാനുള്ള സമയമാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നോട് ഒരു വാക്കേ പറഞ്ഞു, നീ പോകാം, നീ മൗനമായിരിക്കാം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സമയം ഒരു പയ്യൻ കുറച്ച് ദൂരം സൈക്കിൾ യാത്ര ചെയ്ത് അവൻ എന്റെ നേരെ വരുന്ന, അവൻ എന്നെ കണ്ടിട്ട് തിരിച്ചു പോയി. എന്നിട്ട് അവിടെ പോയി അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്ന എങ്ങനെ ഒരു വലിയ ഒരു വൃത്തം വരച്ചിട്ടിട്ടുണ്ട്. ഈ വൃത്തത്തിനകത്ത് ഞാൻ നോക്കുമ്പോൾ ചുറ്റുപാടും ഗ്രാമത്തിലുള്ള ആൾക്കാരും പിന്നെ എന്താ പറയണ ഞങ്ങളുടെ കുറച്ച് വിശ്വാസികൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഇവരുടെ മധ്യത്തിൽ ഇവരെന്നെ പിടിച്ചങ്ങ് നിർത്തി. ഇവരെന്നെ പിടിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ കമ്മലിടുന്നില്ല, നീ മാല ഇടുന്നില്ല, നിന്റെ കയ്യിൽ വളയില്ല, നിന്റെ നെറ്റിയിൽ സിന്ദൂരമില്ല, നീ വിധവയാണോ, നീ കല്യാണം കഴിച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങ് നടത്തിയിട്ട് നിന്നെ വിടാനാണ് പ്ലാൻ എന്ന്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മൗനമായിരിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇവരെന്നെ ഈ വൃത്തത്തിനകത്ത് നിർത്തുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ ഏകദേശമുള്ള വിശ്വാസികളെല്ലാം കരയാൻ തുടങ്ങി, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ സംഭവം എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നെ അവര് നിർത്തിയിട്ട് ഞാൻ നോക്കുമ്പോ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു പ്ലേറ്റിനകത്ത് സിന്ദൂരമുണ്ട്, പിന്നെ ഇവിടുത്തെ കറുത്ത മുത്തുള്ള ഒരു താലി ചെയിൻ ഉണ്ട്, അത് പോയിട്ട് കുറെ വളകളുണ്ട്. ഇതെല്ലാം കൊണ്ട് അവൾ ആദ്യം എന്റെ അടുത്തേക്ക് വരുമ്പോ ഇവക്ക് ഈ വൃത്തത്തിനകത്ത് കയറാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു നിൽക്കുക, നീ മൗനമായിരിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ ദേശത്തുള്ള അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ജനം ഒന്നടങ്കം ദൈവത്തെ ആരാധിക്കേണ്ട ഒരു അവസരമാണ്. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്നെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഞാൻ ഈ സംഭവം ഇങ്ങനെ ഈ സ്ത്രീ ഇത് കൊണ്ടുവരുമ്പോ അവിടെ 2 മന്ത്രവാദികളുണ്ട്. കാരണം ആ ഗ്രാമത്തില് 4 മന്ത്രവാദി ഉള്ളതിൽ 2 പേര് അവിടെ ഉണ്ട്. ഏറ്റവും ചെറിയ ഒരാള്, ഒരു വലിയ ഒരാള്. ഈ ചെറിയവന്റെ ഭാര്യയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ ഇവക്ക് സിന്ദൂരം ഇട്ട് ഇവിടെ കഴുത്തിൽ താലിച്ചെയിനും അണിയിച്ച് ഇവിടെ കൈകളിൽ വളയും ഇട്ടിട്ട് ഞാൻ ഇന്ന് ഇവിടെ വിടുവുള്ളൂ എന്ന് പറയുമ്പോ ഇവിടെ ആ വൃത്തത്തിലോട്ട് കയറി വരാൻ ഒരു നല്ല കാറ്റ്, ഭയങ്കരമായിട്ടൊരു കാറ്റ് വന്നിട്ട് എവിടെ കൈയിരുന്ന പ്ലേറ്റ് പറന്നുപോയി. അതിൽ കിടന്ന എല്ലാ എന്ന് പറഞ്ഞ സിന്ദൂരം ഒക്കെ ആ ഈ വൃത്തത്തിനകത്ത് വീണു. അപ്പൊ ഉടനെ ഈ മന്ത്രവാദിയില് 2ാമത്തെ ആള് പറയാണ്, ഇവക്ക് വീട്ടിൽ നാക്കിട്ടടിക്കാനും വഴക്കുണ്ടാക്കാനും അറിയോ, ഇവളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയാൾ അവിടെ നിന്ന് മാറി അടുത്ത് ഇയാൾ കയ്യിൽ ഒരു പിടി സിന്ദൂരവും വാരി എന്റെ നെറ്റിയിൽ ഇടാനായിട്ട് കയറി വരുമ്പോ ഈ വൃത്തത്തിനകത്ത് വരുന്ന സമയം ആ മനുഷ്യൻ 2 കാലും തെന്നി അവിടെ ിടിച്ച് വീഴാനിടയായി. ഇത് കാണുമ്പോൾ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, അവനിലുള്ളതിനേക്കാളും വലിയ ശക്തനാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത്. നിനക്കൊരു പ്രതികൂലം വരുവാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ നീ ധൈര്യപ്പെടുക. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിശ്വാസികളിൽ
ചിലരെല്ലാം കരയാൻ തുടങ്ങി. ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നതെന്ന്. ഇയാള് പതിയെ എണീറ്റങ്ങ് മാറി. മറ്റൊരാൾ വീണ്ടും വരികയാണ്. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇത് നല്ല പ്രായം ചെന്നൊരു ഒരു വൃദ്ധനാണ്. ഈ പുള്ളി ഇങ്ങനെ വന്ന് ഇത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം ഇട്ടിട്ട് ഈ താലി ചെയിന് എന്റെ കഴുത്തിലിട്ടിട്ട് മറ്റൊരാൾ വിളിക്കുകയാണ് ഇത് ഇട്ട് തരാനായിട്ട്. ഇങ്ങനെ ഈ പുള്ളി വരുമ്പോ ഈ പുള്ളിയുടെ കാല് മടുത്ത് പുള്ളി അവിടെ ഇരുന്നു പോയി. ഞാൻ ആകെ ഭയപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാല് ആ ഗ്രാമത്തിലെ തലവനാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കാണത്തില്ല, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിന്റെ വേലയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഭാരപ്പെടുമ്പോ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ കൈ അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ കൈ കൊടുക്കുമ്പോ പുള്ളിക്കാരൻ എന്റെ കൈ പിടിച്ചെഴുന്നേറ്റു. കൈ പിടിച്ചെഴുന്നേറ്റിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്, എന്നിലുള്ളതിനേക്കാൾ വലിയൊരു ശക്തി നിന്റെ മേലുണ്ടെന്ന് പറയാനിടയായി. അന്ന് മുതൽ ഇനി ഇന്ന് മുതല് ഈ സഹോദരി ഇവിടെ വന്ന അല്ലെങ്കിൽ ഈ ബഹൻ ഇവിടെ വന്നാൽ ആരും എതിർക്കരുത്, അവരുടെ വേല ചെയ്യട്ടെന്നായി. ഗർഭാനി വിട്ട അങ്ങനെ പറയാനിടയായി. അതിനുശേഷം ആ ദേശത്തിലെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാനിടയായി. ദൈവാത്ഭുതമായി ആ ദേശത്തിന്റെ മേൽ വലിയവ ചെയ്ത് ഒരു കൂട്ടം ജനത്തെ കർത്താവ് തരാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഛത്തീസ്ഗഡിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ഛത്തീസ്ഗഡിന് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ദേശം കർത്താവിനെ അറിയണം. ഈ ദേശത്ത് പാപത്തിൽ ആണ്ടുകിടക്കുന്ന ദൈവജനം ദൈവസ്നേഹത്തെ മനസ്സിലാക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നിട്ടുള്ളൂ. ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി നിരാശകള്, ഒറ്റപ്പെട്ട ഒരുപാട് അനുഭവങ്ങളിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആയുടെ മധ്യയൊക്കെ കർത്താവ് എന്നെ കരം പിടിച്ച് അവൻ എന്നെ നിർത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നോടൊപ്പം ഈ പ്രദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് വന്ന ഒരു വ്യക്തികളും ഇല്ല. ഇന്ന് എന്നോടൊപ്പം വന്നവര് പലരും 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് പോയപ്പോ എന്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ കാല് വെച്ചിട്ട് ഈ 54 വയസ്സ് വരെ എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവൻ എന്നെ തെരഞ്ഞെടുത്തത് എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നുമല്ല, അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നല്ലൊരു ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുമ്പോ, ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ പപ്പ എനിക്ക് വേണ്ടി കല്യാണത്തിന് നല്ല ജോലി ഉള്ളവരും നല്ല സാമ്പത്തികം ൊക്കെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ എന്റെ അനുഭവത്തോടുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ഒരു 6 വയസ്സ് തൊട്ട് എനിക്ക് ഒരു 7, 8, 12 വയസ്സ് വരെയും എപ്പോഴും രോഗിയാണ്. എന്താണ് എന്റെ രോഗം എന്ന് അറിയത്തില്ല. പപ്പ ഒരു ആർമി ഉദ്യോഗസ്ഥന്, പുള്ളി പെൻഷൻ അതായത് ലീവിന് വീട്ടിൽ വരുമ്പോ എപ്പോ വന്നാലും എന്നെ ആർമി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു 10 ദിവസത്തെ നാട്ടില് ട്രിവാൻഡ്രത്താണ് എന്റെ വീട്, അച്ഛന്റെ വീട് ചെങ്ങന്നൂര്. അപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പപ്പ കാണിച്ചപ്പോ എനിക്ക് രോഗമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ കുഴഞ്ഞു വീഴും, ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കുഴഞ്ഞു വീഴും. എല്ലാവരും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചിരിച്ചിരിക്കുമ്പോ എല്ലാവരും നോക്കുമ്പോ ഞാൻ കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ്. ഇത് പപ്പയ്ക്ക് ഭയങ്കര വിഷമമായി. കാരണം 5 മക്കളാണ് ഞങ്ങള്, 4 പെൺപിള്ളേരും 1 ആങ്ങളെ ഉള്ളൂ, ഞാൻ 3ാമത്തെ ആള്. പപ്പ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അപ്പൊ എന്റെ ഈ വേദന പപ്പയ്ക്ക് താങ്ങാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചില്, ഞാൻ അസംബ്ലീസ് കോഡിലെ വിശ്വാസിയായിരുന്നു, ചർച്ചിലെ ഒരു 10 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയറിൽ ദൈവത്തിന്റെ ഒരു ദേവദാസൻ പാസ്റ്റർ TJ രാജൻ എന്ന് പറഞ്ഞ പാസ്റ്റർ അവിടെ വരുമ്പോ എല്ലാ കുട്ടികളും ഫ്രണ്ടിലിരുന്ന് ആരാധിക്കുന്നു. ഞാനും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും, കൈയടിക്കും, നല്ലതുപോലെ പാടും, സാക്ഷ്യം പറയും, സൺഡേ സ്കൂളിലിരിക്കും ഒക്കെ ആണെങ്കിൽ എന്റെ ഹൃദയത്തിൽ യേശു ഇല്ലായിരുന്നു. പപ്പ
പാമ്പെ പേടിച്ച് ചർച്ചിൽ പോവുക, സൺഡേ സ്കൂളിൽ ഇരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പാസ്റ്റർ ഇങ്ങനെ എല്ലാരും ആരാധിച്ച് നോക്കുമ്പോൾ ഞാൻ കുഴഞ്ഞു വീണ് കിടക്കുക. കർത്താവിന്റെ ദാസൻ ഓടി വന്നിട്ട് എന്റെ പപ്പയോട് പറഞ്ഞു, പട്ടാണ സാറേ ടെൻഷൻ അടിക്കണ്ട, നമുക്കിപ്പോ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ കൈവച്ചതും ഞാൻ പാസ്റ്റർ പറഞ്ഞത് ഞാൻ എണീറ്റെന്ന. ആ എണീറ്റ് പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോക്ക് ദൈവം സൗഖ്യം തരും, ഇതൊരു രോഗമാണ്, പക്ഷെ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. യേശുപ്പച്ചൻ കുഞ്ഞിനെ സൗഖ്യമാക്കും, യേശുപ്പച്ചന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ കരയാൻ തുടങ്ങി. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാൻ രോഗിയാണെന്നും അറിയാം. പാസ്റ്റർ പറയുകയാണ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി നീ ജീവിക്കുകയാണെങ്കിൽ യേശുവിന് വേണ്ടി നീ എന്ത് ചെയ്യും? ഇത് ചോദിച്ചപ്പോ എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാണ്, യേശുപ്പച്ചൻ നിന്നെ വെടിയിപ്പാൻ ശക്തനാണ്, നീ യേശുപ്പനെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ പാസ്റ്റർ എന്നോട് പറയുകയാണ്, ഇങ്ങനെ പറയണം, യേശുപ്പ ഞാൻ നിന്നെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് മോള് പറ, അങ്കിള് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാന് ഉടനെ തന്നെ പാസ്റ്ററോട് ഇങ്ങനെ പറയുകയാണ്, യേശുപ്പൻ എന്നെ ദീർഘായുസോടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യും. എനിക്കന്ന് 8 വയസ്സേ ഉള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യും. അപ്പൊ പപ്പ ഉടനെ പറഞ്ഞ്, പാസ്റ്റർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എനിക്ക് രണ്ടുപേരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു. എന്റെ പപ്പ ഒരു പാസ്റ്ററും കൂടെയാണ്. പപ്പ എനിക്ക് വേണ്ടി, പാസ്റ്ററും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്നെ കൊണ്ട് അടക്കാൻ വയ്യാത്ത രീതിയിൽ എന്റെ ഹൃദയം തകർന്ന് ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം തകർന്ന് ഞാൻ കരയാറുണ്ട്. കരഞ്ഞെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ആരാധന ശക്തമായിട്ട് അവിടെ ഉയരുന്നുണ്ട്. എല്ലാവരും ആരാധിക്കുന്ന, അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കരഞ്ഞ് 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 എനിക്ക് ബോധം നഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് ഞാനൊരു കോണിൽ ചെന്ന് മുഖം ചുമരോട് ചേർത്ത് വെച്ച് പൊട്ടി പൊട്ടി വെളുപ്പാൻ രാവിലെ 3 മണി വരെ കരയുന്നു. ആ സമയം എന്റെ പപ്പ ഈ ദൈവദാസന് ഉറങ്ങിയിട്ടില്ല. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പട്ടാള സാറേ അവൾ കുഞ്ഞ് കരഞ്ഞോട്ടെ, കരഞ്ഞു തീർക്കട്ടെ, നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ 3 മണിയായപ്പോ കർത്താവിന്റെ ദാസനും പപ്പയും കൂടി വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, എനിക്കറിയത്തില്ല, എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ ആത്മാവ് അന്യഭാഷയിൽ ആരാധിച്ച 3 മണി, വെളുപ്പാൻ രാവിലെ 3 മണി തൊട്ട് 10 മണി വരെ ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഈ 10 മണി വരെ ആരാധിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കർത്താവ് ആ സമയം എനിക്ക് ഒരു കൃപാവരം കൂടി തന്നു, പ്രവചനവരം കൂടി തന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതോടുകൂടി എന്റെ രോഗം മാറി. എന്റെ വീട്ടില് 18 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായി മാറിയത് ഞാനാണ്. അത് ഇവിടെയും അവളും ഒരു പരീക്ഷണം വീണ്ടും. പപ്പയോട് പറഞ്ഞു, 20 ആയപ്പം പപ്പ കല്യാണത്തിന് ആലോചിച്ചു. നല്ല ജോലിയുള്ള ചെറുക്കൻ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ആരോഗ്യനില എനിക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നല്ലൊരു കുടുംബത്തിലയക്കണമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഞാൻ രാത്രി ദൈവത്തോട് കരയാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പറഞ്ഞ്, നിന്റെ വേല ചെയ്യാൻ ഞാൻ പ്രതിഷ്ഠിച്ചത് ഒന്ന്, രണ്ടാമത് ആ വിധത്തിൽ നീ എന്നെ സൗഖ്യമാക്കി. എന്നെ സൗഖ്യമാക്കിയത് എനിക്ക് അനേകരോട് പറഞ്ഞു, ഈ നോർത്ത് ഇന്ത്യ എവിടെയാണെന്ന് അറിയത്തില്ല, നീ എനിക്കെതിരെ അതിന്റെ വഴി തുറക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോ ഞാൻ നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ ഇന്ത്യൻ ഇവാഞ്ചലിക് മെസ്സഞ്ചർ ഞാൻ കണ്ടു. ഈ മെസ്സഞ്ചർ ഞാൻ എടുത്ത് നോക്കുമ്പോ ഈ മെസ്സഞ്ചറിനകത്ത് നമ്മുടെ പിന്നെന്ത് പറയണ നമ്മുടെ PA തമ്പി പാസ്റ്റർ, അതായത് നമ്മുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ആ ബൈബിൾ കോളേജിന്റെ ഒരു വേക്കൻസി അതിനകത്ത് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഞാനത് വായിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ അതിലൊരു ആപ്ലിക്കേഷൻ അയച്ചു. എനിക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ബെഥേസ്തയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ അയച്ചു. ഞാൻ ആ ആപ്ലിക്കേഷൻ അയച്ച ഉടനെ ദൈവകൃപയാൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി. അതിന്റെ തലേ ദിവസം പപ്പയോട് പോലും പറയാതെ ഞാൻ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ ചെന്നു. പപ്പ ആകെ പ്രശ്നമായിരുന്നു. കാരണം പപ്പ അന്ന് സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ആയിരുന്നെങ്കിലും വേറെ ആർക്കും വീട്ടിൽ ജോലിയില്ല. 2 ചേച്ചിമാരെയും കല്യാണം കഴിഞ്ഞു. ഞാനും ആങ്ങളെയും പപ്പയും അനിയത്തിയേ ഉള്ളൂ. അപ്പം പപ്പയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. പപ്പ എന്നോട് സംസാരിക്കാതായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ആ കോളേജിൽ പഠിക്കാനായിട്ട് കിട്ടി. ഞാൻ അവിടെ, നീ എന്തിനാ കോട്ടയം ചിങ്ങവനത്ത് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ബൈബിൾ കോളേജിൽ ആപ്ലിക്കേഷൻ അയച്ചു, എനിക്ക് അവിടെ പഠിക്കാനുള്ള എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. പപ്പ എന്നോട് പറയുക, ഒരു സോപ്പിന്റെ കഷ്ണമോ ഒരു എണ്ണയോ
ഒരു ലെറ്ററോ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. പപ്പ മാസ്റ്ററാണ്, ഗവൺമെന്റ് ജോലി ഞാൻ രാജിവെച്ചതിന്റെ ഒരു ദേഷ്യമാണ് പപ്പയ്ക്കുള്ളത്. അങ്ങനെ പപ്പ തന്നെ എന്നെ കൊണ്ടുവന്നാക്കി. പപ്പ അവിടെ വിട്ടിട്ട് മറിയാമ്മി ആന്റിയോടോ തമ്പിച്ചാനോടോ ആരോടും സംസാരിച്ചില്ല. ഞാൻ തന്നെ അകത്ത് കയറി ചെന്നിട്ട് ഞാൻ ഇന്നടത്ത് നിന്ന് വന്നാണ്, എൻ്റെ പേര് ലുദിയ സെബാസ്റ്റ്യൻ ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്നെ കയറി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം പപ്പ ഒരിക്കലും എന്നെ ഫോൺ വിളിച്ചിട്ടില്ല. അവിടെ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ കാണാൻ വരും, ആരും എന്നെ കാണാൻ വന്നില്ല. ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക്. എന്നാൽ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള, ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് ഞാൻ കർത്താവിന് വേണ്ടി വീണ്ടും എന്നെ സമർപ്പിക്കുകയിടയായത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. പുള്ളിയുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു വിവാഹം. പുള്ളി ഹിന്ദുന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആള്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് വേദനകൾ എനിക്ക് സഹിക്കേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ദൈവ പൈതലിന് അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടാണ് പപ്പ എൻ്റെ കല്യാണം നടത്തുന്നത്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പുള്ളിയോട് കൂടി പോകുമ്പോൾ ആത്മീയമായിട്ട് യാതൊരു ജീവിതവും ഇല്ലാത്ത ഒരു വ്യക്തി. കാരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, വേദോസ്തം വായിക്കത്തില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല. ഞാനാണെങ്കിൽ 21, 7, 10 ഒക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ക്രമീകരിച്ചും കർത്താവ് എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ കൂട്ടാളി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വേദന മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ദേഷ്യം, വെറുതെ ഉപദ്രവം, ഇങ്ങനെ ഓരോന്നും സഹിച്ച് ഞാൻ ദൈവസന്നിധിയിലെ രാത്രിയാമങ്ങളിൽ വീണ്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവെ അങ്ങേ കൊണ്ടേ കഴിയുള്ളൂ. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. ഈ വ്യക്തിയെ നീ രൂപാന്തരപ്പെടുത്തി നിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞാൻ ദിവസങ്ങളിൽ കരയുമായിരുന്നു. ആ സമയം ഞാൻ എൻ്റെ മൂത്ത ചേച്ചിയുടെ കൂടെയാണ് ഇവിടെ താമസിക്കുന്നത്. അവർ PG അങ്കിളിന്റെ വർക്കേഴ്സ് ആയിരുന്നു. അവർ പോകുന്ന വില്ലേജുകളിൽ അവരോടൊപ്പം പോയും അവിടുത്തെ മീറ്റിംഗ് ചെയ്തും അങ്ങനെയാണ് മുന്നോട്ടിന്റെ ഒരു വലിയ പ്രവൃത്തി എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് വലിയ കാര്യങ്ങള് ഞങ്ങൾ കൂടി ചെയ്യാൻ തുടങ്ങി. സ്വയമായിട്ട് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാനും കർത്താവ് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടയായി. ഒരുമിച്ചോടുവാൻ, ഒരുമിച്ച് അധ്വാനിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കാനിടയായി. പല പ്രതിസന്ധികളില് എത്രയോ പ്രാവശ്യം ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടേണ്ട സാഹചര്യങ്ങള് ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴും കൈയോട് കൈ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ വന്നാലും ഞാനൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ വന്ന വഴിയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാൻ പറയട്ടെ, ഞാൻ പല പ്രാവശ്യങ്ങൾ കഴിക്കാൻ ആഹാരമില്ലാതെ, എന്ത് പറഞ്ഞാല് ആഴ്ചയിൽ 1-2 ദിവസം 3 ദിവസം ഒക്കെ ആയിരിക്കും ഭക്ഷണം ഉള്ളത്. ബാക്കിയുള്ള ദിവസം ഒന്നും കാണത്തില്ല. ഈ കുഞ്ഞുങ്ങൾക്കും ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. സൈക്കിൾ ചവിട്ടി എന്നെയും എൻ്റെ 2 കുഞ്ഞുങ്ങളെയും വെച്ച് കർത്താവിന്റെ ദാസൻ സൈക്കിൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില തേരികളുണ്ട്, ചില കുന്നുകളുണ്ട്. ഈ കയറി പോകുന്ന സമയത്ത് ഈ പുള്ളിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. കാരണം 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കയറി പോകുമ്പോൾ എനിക്ക് അപ്പം മനസ്സിലാകും, മൂത്ത കൊച്ചിനെ ഫ്രണ്ടിലിരുത്തി രണ്ടാമത്തെ കൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നിരിക്കുക. ഞാൻ ഇവളെയും വെച്ചുകൊണ്ട് ദൈവത്തോട് ഞാനിങ്ങനെ ആത്മാവിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു പാട്ട് തരും. ആ പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മലയാളത്തിൽ പാടി അന്യഭാഷയിൽ ആരാധിച്ച് ഈ സൈക്കിൾ പോകുന്നത് പോലും അറിയത്തില്ല. നേരെ ചെന്ന് ഇറങ്ങേണ്ട സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ കൊണ്ടു നിർത്തും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് ആയിരുന്ന ബസ്തർ അല്ല ഇന്നത്തെ ഛത്തീസ്ഗഡ്. വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ വ്യത്യാസങ്ങൾ. അനേക ദൈവമക്കൾ ഇവിടെ വന്ന് കരയുവാൻ ഞാൻ എപ്പോഴും ഓർക്കും. ഇവിടെ അന്നുണ്ടായിരുന്നത് ഒരു ഹീലിംഗ് സെന്റർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ PG അങ്കിളിന്റെ വർക്കേഴ്സുമാരുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കത്തോലിക്ക. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ 2 ഗ്രൂപ്പിൽ കത്തോലിക്കക്കാരും നമ്മളെ കൂടെ പ്രാർത്ഥിക്കാൻ വരത്തില്ല. ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും, ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയും, നീ വാ, വെറുതെ ഇരിക്കണമെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് ഉപസിച്ച് പ്രാർത്ഥിക്കാം. ഞാനും ചേച്ചിയും ഈ ഹീലിംഗ് സെന്ററിൽ ഒരു സിസ്റ്ററാണ്,
ഞങ്ങൾ മൂന്നുപേരും കൂടി ദേവസ്ഥാനിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനായിരുന്നെന്നറിയാമോ? ഇവിടെ അനേക ഡിനോമിനേഷൻ വന്നിട്ട് അനേക സുവിശേഷ വേലക്കാർ ഇവിടെ ഇറങ്ങി ഈ ദേശം യേശുവിനെ അറിയുവാൻ ഇടയാകണം. എന്നാൽ എനിക്കിന്ന് പറയാനുള്ള, എന്റെ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അവൻ മറുപടി തരുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങുന്നവനാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നാം വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് മറുപടി ഇല്ലെങ്കിൽ അവന് മറുപടി തരാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായും ആ മറുപടി തരും. ഞാൻ അപ്പോഴൊക്കെ ദൈവസേനയിൽ ഇങ്ങനെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചേച്ചിയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചേച്ചിയോട് പറയുക, ഈ ദേശത്ത് കർത്താവ് അനേകം സംഘടനയെ കൊണ്ടുവരണം, അനേക യേശുവിനെ അറിയാൻ ഇടയാകണം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ക്രിസ്ത്യൻ അസോസിയേഷൻ ഗ്രൂപ്പിനെ ഇവിടുത്തെ വിളിക്കുമ്പോ ഞങ്ങൾ അറിഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. 3000-ന് പുറത്ത് ഈ ബസ്തറിനകത്ത് കർത്താവിനെ അറിഞ്ഞ ദൈവമക്കളുണ്ടെന്ന്. ഞാൻ പറയട്ടെ, കണ്ണുനീരിന്റെ ഫലമാണത്, അത് സാക്ഷ്യത്തിന്റെ ഫലമാണത്, അത് വിടുതന്റെ ശുശ്രൂഷയാണ്, അത് ജീവനെ കൊടുത്തത് കൊണ്ടാണ്, ഇടിവ് നിന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരൊറ്റ സാക്ഷ്യമുള്ളൂ. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവൻ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കർത്താവെന്ന് ഒരു അനുഭവത്തോടെ പറയുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വലിയ കാര്യങ്ങൾ ഈ ദേശത്ത് ചെയ്യുവാനിടയായി. ഇന്ന് ഞാൻ പറയട്ടെ, ഒത്തിരി ഡിനോമിനേഷൻ ഇവിടെ ഉണ്ട്, ഒത്തിരി ചർച്ചകളുണ്ട്, ഇഷ്ടം പോലെ ആത്മാക്കളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 60 വരെ വസ്ത്രം ധരിക്കുന്ന അറിയാത്തവര് ഞങ്ങൾ വസ്ത്രങ്ങൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനും കൂടി ചേർന്ന് ആദ്യം അത് പറയുന്ന ചൂടുവെള്ളം ഉണ്ടാക്കി അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് കഴിഞ്ഞിട്ട് സോപ്പ് പൊടി ഇട്ടിട്ട് അതിനകത്ത് മുക്കി വെച്ച് വൃത്തിയാക്കി ഓരോ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടുന്ന ഷർട്ടും പാന്റും സാരിയും ബ്ലൗസും എല്ലാം ഇവർക്ക് കണക്കാക്കി വെച്ചിട്ട് സൺഡേയിൽ വരുമ്പോൾ ഞാൻ ഇവർക്ക് കൊടുക്കും. അവർക്കത് ഉടുക്കാൻ അറിയത്തില്ല, അവരെ ഞാൻ ഉടുപ്പിച്ച് ആരാധനയ്ക്ക് ഇരുത്തും. പോവാൻ നേരത്തെ എന്റെ പ്രിയ ദൈവമക്കളെ അവർ ഊരിപ്പറിച്ച് എന്റെ കൈ തന്നിട്ട് പോകും, ഇതിവിടെ വെച്ചേക്കണം, ഞങ്ങൾക്ക് കൊടുത്തോണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ പോകാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തെ ദൈവം മാറ്റിമറിച്ചു. ഇന്ന് അതെനിക്കൊരു ഭയങ്കര സാക്ഷ്യമാണ്. അവർക്ക് വസ്ത്രം ധരിക്കാൻ അറിയത്തില്ല, അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് വരാറില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുക, അവർ വസ്ത്രം ധരിക്കാതാണ്? ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ ചുരിദാറിനിടുന്ന ഒരു ഷോൾ ഉണ്ടല്ലോ, അത് മുട്ടുതൊട്ട് മാറ് വരെ മറച്ച് അവർ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, വെള്ള സാരി ഉടുത്ത് ഒരു വെള്ള സ്കാർഫൊക്കെ ഇട്ട് കർത്താവിനെ അവരവരുടെ ഭാഷയിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇതിലപ്പുറമായിട്ടൊരു സന്തോഷം ഇല്ല എന്ന് ഇന്ന് എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഈ സാക്ഷ്യം ഒരു ജയത്തിന്റെ സാക്ഷ്യമാണ്, ഒരു വിടുതന്റെ സാക്ഷ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷെ നാം ഞെരുക്കത്തിലാണോ, നമുക്ക് വിശാലത വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ എവിടെയാണോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ധൈര്യത്തോടെ നിൽക്കുക. കർത്താവ് നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, ഒരുപാട് അനുഭവം ഞാൻ പറയാം. എന്റെ അച്ഛനെ രക്ഷയിലേക്ക് വന്നതുകൊണ്ട് അവരുടെ കുടുംബക്കാർ ആരും സഹായിക്കുവാനോ ആരും പുള്ളിയെ നോക്കുവാനോ ആരും ഞങ്ങളെ കുറിച്ച് തിരക്കാനോ ഇല്ല. എനിക്കും എന്റെ മൂത്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, 42-50 കിലോമീറ്റർ ദൂരെ ഇവർ ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുന്നതിന്റെ 2 ദിവസം വരെ കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞപ്പോ ഒന്നുമില്ല. ദേവദാസൻ എന്നോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു വാക്ക, കർത്താവ് നിനക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതും. ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ നോക്കുമ്പോ എന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഒരു പ്രായം ചെന്ന ഒരു പിതാവ് വന്നിരിക്കുന്നുണ്ട്. ആ പുള്ളി എന്നോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ പുള്ളിക്ക് വെള്ളം കൊടുത്തു. ഈ വെള്ളം കൊടുക്കുന്ന സമയം എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളിയുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു 5 കിലോ അരി വരും. ഈ അരി എനിക്ക് എന്നെ തന്നിട്ട് പറഞ്ഞു, മോളെ ഇത് നിനക്ക് തരാനായിട്ട് എന്റെ മനസ്സ് പ്രേരിപ്പിക്കുകയാണ്, മോൾ ഇത് വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ കാശില്ല. അപ്പൊ പറഞ്ഞില്ല, ഞാൻ മോക്ക് വെറുതെ തരുന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അരി എനിക്ക് തന്നു, ഞാൻ ഇത് അകത്ത് വെച്ചു. ഞാൻ എന്നിട്ട് പറയാണ്, അപ്പച്ചൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ഞാൻ ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും കഴിച്ചില്ല, ഈ അരിന്ന് ഇച്ചിരി ചോറുണ്ടാക്കി നിന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് നീ എനിക്കും തരാൻ പറഞ്ഞു. അപ്പോ കറി വെക്കാനൊന്നുമില്ല. ഞാന് വറ്റലും മുളവിന്റെ തുണ്ട് കഷ്ണങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അതും ഇച്ചിരി പുളിയും ഉപ്പും ഒക്കെ കൂടി എന്റെ കൈ കൊണ്ട് തന്നെ ഞെരടി അപ്പച്ചനും ഭക്ഷണം കൊടുത്ത് എന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. ഹല്ലേലൂയ. പുള്ളിക്കാരൻ ഇതെല്ലാം കഴിച്ചിട്ട് പോയി.
അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ 2-3 പിള്ളേര് 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഇതിൽ നിന്നും പകുതി അരി അവർക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഡെയിലി ഒരു 2 പിടി അല്ലെങ്കിൽ 1 പിടി അരിയിട്ട് കഞ്ഞി ഉണ്ടാക്കി എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഈ അരിയും തീർന്നു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒന്നുമില്ല. പാചാൻ പോയിട്ട് 2 ആഴ്ചയായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വീണ്ടും ജീരകവെള്ളവും ഉപ്പും പഞ്ചസാര ഇട്ടൊക്കെ ഇവർക്ക് തിളപ്പിച്ച് 2 പേർക്ക് 2 ബോട്ടലിൽ കൊടുത്ത് ഉറക്കുക. പെട്ടെന്ന് 2 ദിവസമായപ്പോ 2ാമത്തെ ദിവസമായപ്പോ എന്റെ മൂത്ത മോക്ക് ഒരു പനി വന്നു. പനി എന്ന് പറഞ്ഞാൽ കൈ തൊടാൻ വയ്യാത്ത രീതിയിൽ പനി, മരിച്ച് ഇവളിങ്ങനെ വിറയ്ക്കുക. അവസാനമായപ്പോ ഇവിടെ ശരീരം എല്ലാം അങ്ങ് തണുത്ത് മരവിച്ച് ഇവളിങ്ങനെ കൈയെടുത്ത്, മമ്മി ഞാൻ പോവാണ്, പപ്പയോട് പറയണം മോള് പോയെന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോ ഇവിടെ കണ്ണടച്ചു, ഇവിടെ കണ്ണ് പറഞ്ഞു പോന്നു, ഇവിടെ കണ്ണടച്ചു. 2ാമത്തെ കുഞ്ഞ് ഉറങ്ങുന്നു. ഞാൻ ഇവിടെ എന്റെ കയ്യിലെടുത്തു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനൊരു നിന്നയ്ക്ക് കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അച്ഛന്റെ ഫാമിലി പറഞ്ഞതാ, നിനക്കൊരു തലമുറ ഉണ്ടാകത്തില്ല, നീ നശിച്ചു പോവുകയുള്ളൂ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടിട്ടാ പോകുന്നേ. അപ്പൊ ഞാന് ദൈവത്തോട് പറഞ്ഞു, ഞങ്ങള് കർത്താവെ ഞങ്ങൾ 4 പേരുണ്ട്, ഇതിൽ ഒന്ന് കുറഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിൽ തിരിച്ചു പോകത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് നിന്ദിക്കപ്പെടാൻ ആഗ്രഹമില്ല, നിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ആഗ്രഹമില്ല. ഞാൻ ദൈവത്തോട് ശക്തമായിട്ട് നീ എവളെ എനിക്ക് തിരികെ തന്നേ മതിയാവൂ. ഞാൻ ഇങ്ങനെ അവളെ കയ്യിൽ വെച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷ അറിഞ്ഞൂടെ, അയലോക്കത്ത് ആരെങ്കിലും വിളിച്ച് എവളെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടർ ഉള്ളത് രാവിലെ 8 മണിക്ക് വന്നിട്ട് കറക്റ്റ് 12 മണിക്ക് പോയാൽ പിന്നെ ആ ഹോസ്പിറ്റൽ ബന്ധാണ്. അപ്പൊ എന്ത് ചെയ്യാനെന്ന് ഒന്നും കഴിവില്ല. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഇവളെ എനിക്ക് നീ തിരികെ തന്നേ പറ്റൂ. രാത്രി ഏകദേശം 3 മണിയായപ്പോ ഇവളുടെ ശരീരത്ത് പെട്ടെന്നൊരു ചൂടുണ്ടായി. ഇവള് പതിയെ എന്നെ കണ്ണു തുറന്ന് നോക്കി, എനിക്ക് വെള്ളം വേണോന്ന് പറഞ്ഞു. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, ഇത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവെ? ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ ആ ജനലൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഈ ജനലൊന്ന് തുറന്നു നോക്കുമ്പോ ആകാശത്ത് പറഞ്ഞ ഭയങ്കരമായ ഒരു രൂപത്തെ ഞാൻ കണ്ടു. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ ദേശത്തുള്ള ദേശാന്തര ശക്തി നിന്നെയും നിന്റെ കുടുംബത്തെയും താർക്കുവാൻ വെല്ലുവിളിച്ച് നിന്നതായ ഈ സമയത്ത് ഞാൻ ഇറങ്ങി വന്ന് എന്റെ ദൂതന്മാരെ, ഗബ്രിയേൽ മിഖായേൽ ദൂതന്മാരെ ഇറക്കി ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുക, നീ ധൈര്യപ്പെടുക എന്ന് പറയുവാനിടയായി. എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മുഖം കാണാൻ പറ്റാതെ ഒരു മനുഷ്യരൂപം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാം, മേലോട്ടൊന്നും കാണാൻ പറ്റില്ല. കാല് കാണാൻ പറ്റുന്നു. കാലെന്ന് പറഞ്ഞാൽ ഈ പശുക്കളുടെ കാല് പോലെ. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ജനലടച്ചു. വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ എന്റെ കുഞ്ഞിനെ നീ പൂർണ്ണമായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോ അവൾ ഇച്ചിരി ആരോഗ്യമുള്ളവളായിട്ട് കളിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അന്ന് മോക്ക് 3 വയസ്സ്. അപ്പോ പിന്നെ ഇവളെ കൊണ്ട് ഞാൻ പിന്നെന്താ പറയാ, അച്ഛൻ വന്നോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എന്തായാലും ദൈവം വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പൊ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം. എന്റെ അപ്പന് എന്റെ പപ്പയ്ക്ക് ഇവളെന്ന് പറഞ്ഞ ജീവനാണ്. പപ്പയ്ക്ക് ഞാൻ ഇങ്ങനെ ലെറ്റർ എഴുതി അവർക്ക് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട് പപ്പാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നപ്പോ പപ്പ സെക്രട്ടറിയിലെ സ്റ്റാഫ് ആയതുകൊണ്ട് പപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ എല്ലാം ഫ്രീ ആണ് അവരുടെ ഇതില്. പപ്പ എന്നോട് പറഞ്ഞു, നീ അവളെയും കൊണ്ട് നാട്ടിൽ വാ. പപ്പ എനിക്ക് ടിക്കറ്റിന് കാശ് അയച്ചിരുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് 2 മക്കളെയും കൊണ്ട് നാട്ടിൽ വന്നു. ഞാനും പപ്പയും കൂടെ ഡോക്ടർ എന്ന് പറയുന്നത് എലിസബത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ 4-ാം ചിറ താമസിക്കുന്നുണ്ട്. അവർ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഹാർട്ടിന്റെ. അപ്പൊ ഞാൻ ഇവളെ കൊണ്ടുപോയി അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ. ഞാൻ അവിടെ കൊണ്ട് ചെല്ലുമ്പോ ഇവിടെ എല്ലാം മൊത്തമായിട്ട് ഇവരെന്ത് ചെയ്യുന്ന മെഷീനിൽ കയറ്റി എല്ലാം സ്കാനിങ് ചെയ്യാം. അപ്പൊ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? ഞാൻ പറയാം 3 വയസ്സ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഒന്നും മിണ്ടിയില്ല ഞാൻ. അപ്പൊ എന്നോട് പറയാ, 3 വയസ്സുള്ള കൊച്ചു 15 കിലോ വേണം, ഈ കൊച്ചിന് 8 കിലോ പോലും ഇല്ല, ഇതിനെന്താ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഡോക്ടർ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്, അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മിഷണറി ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല എന്നോട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇവർക്ക് ഹാർട്ടിനൊരു ചെറിയ കുഴപ്പമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും നിരാശ
നിരാശയായി. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ശക്തനായ ദൈവം. അപ്പൊ ഞാൻ ഉടനെ തന്നെ എന്റെ പപ്പയോട് പറഞ്ഞു. പപ്പയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി, കാരണം ഞാൻ നേരത്തെ ഒരു രോഗിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കി എന്നുള്ള രീതിയിൽ. ഉടനെ പപ്പ എന്നോട് പറഞ്ഞു, പപ്പയ്ക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ പപ്പയെ തട്ടിയിട്ട് പറഞ്ഞു, ഇല്ല അവക്കൊന്നുമില്ല, പപ്പ ഭാരപ്പെടണ്ട. അപ്പൊ ഈ മെഡിസിൻ അവരെഴുതി തന്നതെല്ലാം കൊണ്ടുവന്ന് പാലിൽ വേണം കൊടുക്കാൻ. ഒരു ദിവസം 1 ലിറ്റർ പാല് കൊച്ചിനെ കുടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു നോട്ടീസ് കണ്ടു. അപ്പൊ പാസ്റ്റർ സുരേഷ് ബാബുവിന്റെ കൺവെൻഷൻ പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രസംഗം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, വചനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ വർഷങ്ങളോളമായി ഒരു പ്രസംഗമോ ഒരു വചനമോ ഒക്കെ കേട്ടിട്ട് നമുക്ക് പുത്തരിക്കണ്ടത്ത് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, അമ്മയും നീയും കുഞ്ഞുങ്ങളുമായിട്ട് നീ പുത്തരിക്കണ്ടത്ത് വന്നാൽ മതി, ഞാൻ ഓഫീസിൽ നിന്ന് നേരെ അവിടെ വരാം. അപ്പൊ ഞാൻ ഇത് കേട്ടിട്ട് പിള്ളേരെ ഒരുക്കി അമ്മയും ഞാനുമായിട്ട് പോയി. പപ്പ ഓഫീസിൽ നിന്ന് അവിടെ വന്നു. ഞങ്ങൾ അന്ന് NGO ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പപ്പ അവിടെ വന്നു. അവിടെ വരുമ്പോ പാസ്റ്റർ പ്രസംഗിക്കുകയാണ്, നിനക്കെതിരായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുമ്പോൾ അവിടെ നിനക്ക് അനശ്വരമായ ഒരു കരം ഇറങ്ങിയിട്ടുണ്ടോ, നീ അത് കണ്ടിട്ടില്ലേ എന്നൊരു ചോദ്യം. അപ്പൊ ഞാനിത് ഈ വചനം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പാസ്റ്ററുടെ ശുശ്രൂഷ കഴിഞ്ഞു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ കൊച്ചിനെ എടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ നീ യേശുപ്പനോട് പറയണം, യേശുപ്പൻ നീ എന്നെ സൗഖ്യമാക്കണേ, ഞാൻ നിന്റെ പൈതലായിട്ട് ജീവിക്കാം, ഞാൻ യേശുപ്പന്റെ പൈതലായിട്ട് ജീവിക്കാം എന്ന് നീ പറയണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവള് എന്റെ കയ്യിൽ നിന്നോണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പറയണ, യേശുപ്പ മോളെ നീ സൗഖ്യമാക്കണേ, ഞാൻ യേശുപ്പന്റെ പൈതലായി ജീവിക്കാന്ന്. പാസ്റ്റർ ഉടനെ വിളിച്ച് പറയുന്നു, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി കർത്താവിന്റെ സന്നിധിയിൽ കരയുന്നു, നീ എന്നെ സൗഖ്യമാക്കണേ, അത് ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ആരെ കയ്യിലിരിക്കുന്നു അതിനെ സ്റ്റേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവളെ സ്റ്റേജിൽ കൊണ്ടുപോയി. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവളോട് ചോദിച്ചു, നീ മക്കൾ എന്ത് ചെയ്യും, യേശുപ്പൻ സൗഖ്യം തന്ന ഞാൻ യേശുപ്പന്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് അവളുടെ ആ കുഞ്ഞു മനസ്സിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 6 മാസം വരെ ജീവിക്കുള്ളൂ എന്നാണ്. നിങ്ങൾ ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഒരു 8-10 വർഷം മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷെ അത്രയ്ക്കും ചെലവാണെന്നും പറഞ്ഞു. ഞാൻ പപ്പയോടും പറഞ്ഞില്ല. അവിടെ ഞാൻ ഇവളെ കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിറ്റേ ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവളെ ചെക്കപ്പ് ചെയ്യേണ്ട സമയം. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവളെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാൽ മതി, അവിടെ വെച്ച് സ്കാനിങ് എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുപോയി ഇവളെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇവളെ മിഷനകത്തോട്ട് കയറ്റിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ അവർ നോക്കുമ്പോൾ ഇവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് യാതൊരു രോഗമില്ല. അപ്പൊ ഉടനെ ഡോക്ടർ എന്നോട് ചോദിക്കുക, ഈ മെഡിസിൻ കഴിച്ചു തീർന്നോ? ഞാൻ പറഞ്ഞില്ല. ഈ 15 ദിവസമേ ആയുള്ളൂ, 15 ദിവസം കഴിയുമ്പോൾ നിങ്ങളോട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഈ കൊച്ചിന്റെ ഹാർട്ടിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല, അവള് മിടിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ ഒരു കൺവെൻഷൻ നടന്നു, ആ കൺവെൻഷനിൽ ഞാൻ കൊണ്ടുപോയി ദൈവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ പറഞ്ഞു, മാഡം ഞാനൊരു മിഷണറിയാണ്, ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ അന്ന് ഡോക്ടർ പറഞ്ഞത് 6 വർഷം അല്ലെങ്കിൽ 6 മാസം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് എന്റെ മോക്ക് 30 വയസ്സുണ്ട്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവൾ ഇറങ്ങി തിരിച്ചവളാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, തലമുറയെ ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഇതെന്റെ അനുഭവ സാക്ഷിയാണ് ഞാൻ പറയുന്നത്. ഏത് വിഷയത്തിലോ അതായത് വിവാഹപ്രായമായി വിവാഹം കഴിക്കുവാൻ കഴിയുന്നില്ല എന്ന ആശയോടെ നിങ്ങൾ നിങ്ങൾ കരയുകയാണെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി 1 രൂപ ഞാൻ കരുതി വെച്ചിട്ടില്ലായിരുന്നു. അവർക്ക് വന്ന ഭാവിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. എന്റെ മൂത്ത മോളെ വിവാഹം കഴിപ്പിക്കാനായിട്ട് സകല കാര്യങ്ങളും എല്ലാം ഒത്തുനിന്ന് വന്നപ്പോ അവർക്ക് കല്യാണത്തിനിടാൻ ഡ്രസ്സില്ല, അതായത് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എനിക്ക് നിർത്തിയില്ല, വരുന്നവർക്ക് എന്റെ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞോളൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? കർത്താവിനെ മുന്നിൽ കൊണ്ടുകൊണ്ട് സകലതും ചെയ്തു. ഞാൻ പറയട്ടെ, കാരണം എന്ന് ചോദിച്ചാൽ അവളോട് ഞാൻ പറയും, നിനക്ക് ആവശ്യമുള്ള നീ പ്രാർത്ഥിച്ച് മേടിക്കണം. 2 കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഇതേ അവസ്ഥയിലാണ്. എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യയിൽ മിഷണറിക്ക് കിട്ടുന്ന സപ്പോർട്ട് 2000 രൂപ, 2500, 1500. ഇതിൽ കൂടുതൽ ഒരു മിഷണറിക്കും സപ്പോർട്ട് കിട്ടാറില്ല. എല്ലാരും പറയും, ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചെടുക്കണം. പ്രസ്ഥാനം പറയണത് അങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചോ,
പിള്ളേരുടെ കാര്യങ്ങൾ ദൈവം നോക്കിയോളൂ. ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുമോ പോലും ഞാൻ പലപ്പോഴും ആശയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. എന്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് എന്റെ ഒരു മോള് BSc നേഴ്സാണ്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന ചെറുക്കൻ ദുബായിലാണ്. ഞാൻ പറയട്ടെ, ഒരിക്കൽ ഞാൻ പറയാം, എന്റെ രണ്ടാമത്തെ കുഞ്ഞ് ഒത്തിരി വണ്ണമുണ്ട്, കാണാൻ ഭംഗിയില്ല. എന്റെ സഹോദരങ്ങൾ പോലെ എന്നോട് ഇങ്ങനെ പറയാനുണ്ടായി, ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചു അവളെ കല്യാണം കഴിപ്പിക്കാൻ, ഇല്ലെങ്കിൽ അവൾക്കൊരു ഭാവി ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. മൂത്തവൾക്ക് സൗന്ദര്യമുള്ളതുകൊണ്ട് 2 ലക്ഷം രൂപ നീ കൊടുത്തപ്പോ അവളെ കല്യാണം കഴിഞ്ഞ്. പക്ഷെ ഇതിനെ നീ എന്ത് ചെയ്യും? അതല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടാൻ നീ പറ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ പറയട്ടെ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു, എന്റെ കുഞ്ഞിന് സൗന്ദര്യമില്ല, എന്റെ കയ്യിൽ അതിന് അല്ലെങ്കിൽ വിവാഹം കഴിച്ചയക്കാൻ സാമ്പത്തികമില്ല. ഞാൻ പറയട്ടെ, തലമുറയെ തന്നത് തമ്പുരാനാണോ? അവരുടെ ഭാവിയെ അവൻ കരുതിയിട്ടുണ്ട്. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഞാൻ ദൈവസന്നിധി ഞാൻ പറയട്ടെ, രാത്രി 1 മണിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ മധ്യസ്ഥയുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയും, ലജ്ജിക്കാൻ അനുവദിക്കാതെ, നിന്നയ്ക്ക് കാരണമാകാതെ അവളുടെ ഭാവിക്ക് വേണ്ടി നീ കരുതണം. ഞാൻ നിന്റെ പെട്ടകം ചുമന്ന വ്യക്തിയാണ്, എന്നെ നിന്ദിക്കുവാൻ നീ അനുവദിക്കരുത്. ഞാൻ ദൈവസന്നിധിയിൽ കരയാറുണ്ട്. അവളോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, മോനെ, നിനക്ക് എങ്ങനെയുള്ള ചെറുക്കനെ വേണം, ഏത് വിധത്തിൽ നിന്റെ വിവാഹം നടക്കണം, നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവളോട്. ഒരു 21 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്റെ ചർച്ചിൽ നടക്കുമ്പോൾ, എന്റെ ചർച്ചിലെ സകല യൗവനക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൾ എന്ത് പ്രാർത്ഥിച്ചോ അത് തന്നെ കർത്താവ് നൽകി. ഞാൻ പറഞ്ഞതിന്റെ കാരണം, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. ഒരിക്കലും ലജ്ജിച്ചു പോകരുത്. ദൈവം തീർച്ചയായിട്ടും, ഞാൻ ഈ പറയുന്ന എന്റെ ഈ സാക്ഷ്യം, ഈ സാക്ഷ്യം നിങ്ങൾ ആരല്ല ഈ ചാനൽ കൂടി കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് അത് വിജയത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായെന്ന് വരത്തില്ല, ഒരുപക്ഷെ നമ്മുടെ തലമുറകൾ നമ്മളോട് ഉണ്ടായെന്ന് വരത്തില്ല, നമുക്ക് കൂട്ടായി തന്ന വ്യക്തി ഉണ്ടായെന്ന് വരത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കുന്നു, അവിടെ നാം ദൈവത്തിന്റെ വിജയം നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിനോട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല, യോസെഫിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, യോഹന്നാനോട് കൂടി ആരും ഉണ്ടായിരുന്നില്ല. എവിടെയാണ് ഒറ്റപ്പെട്ടത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്, അവിടെയാണ് വിജയം കണ്ടത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും, സഹോദരനായാലും സഹോദരിയായാലും, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളായാലും, അത് ചെറുപ്പക്കാരായ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ തിരഞ്ഞെടുക്കുക അല്ല വേണ്ടത്, കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിങ്ങൾക്ക് അനുകൂലമായതും നിങ്ങൾക്ക് നന്മയ്ക്കുള്ളത് അവൻ നിങ്ങൾക്ക് തരുവാനിടയാകും. ഞാൻ പറയട്ടെ, ഇതുകൊണ്ട് ഞാൻ ഒരുപാട് വേദനയിൽ കൂടി വന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. അവർക്ക് വേണ്ടി ഞാൻ ഇന്നും കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് കർത്താവിന്റെ വേലക്കാര്, എവിടെയൊക്കെയാണ് വിശ്വാസികളായ ദൈവമക്കള്, അവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കർത്താവെ നീ കരുതലെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യോബ് തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ യോബിന് വിടുതൽ കിട്ടിയത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വരുന്നതിന്റെ 2ാമത്തെ ദിവസം കർത്താവിന്റെ ദാസൻ അറ്റാക്ക് വരുവാനിടയായി. ഓൾറെഡി ഞാൻ പറയട്ടെ, ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഛത്തീസ്ഗഡിൽ ഒരു നല്ല ഹോസ്പിറ്റലില്ല. ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു കാര്യങ്ങളും നടക്കാറില്ല. ഇവര് 2 പേരും കൂടി കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ ഡോക്ടറിനോട് പറയുകയാണ്, ഇത് 2ാമത്തെ അറ്റാക്കാണ്, നിങ്ങൾ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. ഇവിടെ നിന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ എന്റെ കുഞ്ഞുങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ മുറിക്കകത്ത് ഞാനും എന്റെ ഇളയ കുഞ്ഞു മാത്രമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. എന്താ ചെയ്യാൻ? ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എവിടെ കൊണ്ടുപോകണമെന്നോ ഒന്നും അറിയത്തില്ല. പുള്ളിക്കാരനെ ഈ ആംബുലൻസിനകത്തോട്ട് കയറ്റി ആംബുലൻസ് ഷെയറും വെച്ച് പോണ കാണുമ്പോ എന്റെ ചങ്കിനകത്ത് പിടപ്പ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്തായിരിക്കും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെന്ന് ഞാൻ വല്ലാതെ ഭീതിപ്പെട്ടു. എന്നാൽ ഇവർ കൊണ്ടുപോയി അവിടെ ചെന്ന്, അതായത് പിറ്റേ ദിവസം രാവിലെ എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, മമ്മി, പപ്പയ്ക്ക് വേണ്ടി 45,000 ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം, എങ്കിലും 24 മണിക്കൂറിനകം കാര്യങ്ങൾ, 48 മണിക്കൂറിനകം കാര്യങ്ങൾ അറിയാൻ പറ്റൂ എന്നിങ്ങനെ പറയും.
പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്താ ചെയ്യണമെന്നറിയാം. ഞാൻ എൻ്റെ വിശ്വാസിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാണ്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവൾക്ക് വേണ്ടി ലോൺ എടുത്ത് വെച്ചിരിക്കുക, വീടിന്റെ ലോണ്. അവൾ ഉടനെ തന്നെ എൻ്റെ രണ്ടാമത്തെ കൊച്ചിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഇനി ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഈ ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചെലവാണ്. അതെങ്ങനെ നോക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവർ അതായത് റായ്പൂരിൽ പല ഡോക്ടറിന് അടുത്ത് കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയം ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി ഒരിടത്തും കാണിക്കണ്ട, 2 ദിവസത്തെ ഇഞ്ചക്ഷൻ, നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാലോ, ആ ഇഞ്ചക്ഷന് മേടിച്ച് നീ കൊണ്ടുപോവാ, ഇവിടെ വന്നിട്ട് എന്താന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, അമ്മ ഇത് വെക്ക്, എന്നിട്ട് ഉപ്പാപ്പനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന സമയവും പുള്ളിക്കാരന് നല്ല ഭേദമൊന്നുമില്ല, നല്ല വേദനയുണ്ട്, അപ്പോഴപ്പോഴായിട്ടോ കിതയ്ക്കുന്നുണ്ട്. ഞങ്ങള് ഈ മക്കളും ഞാനും കൂടി വല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ഛത്തീസ്ഗഡില് അതായത് ചികിത്സാ കാർഡുണ്ട്, ഇത് അവിടെ ഓപ്പൺ ആകോ ഒന്ന് നോക്കാൻ പറഞ്ഞു. കാരണം ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുപോയാലേ പറ്റി, ഇവിടുത്തെ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റത്തില്ല. അവൻ എന്നോട് അവിടെ നോക്കിയോ ഇല്ലെന്ന് അറിയത്തില്ല, ചേച്ചി ഇങ്ങ് കൊണ്ടുപോരെ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവനെയും കൊണ്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ചെല്ലുന്ന ഈ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയം ഒരു സിസ്റ്ററെ കണ്ട. ആ പുള്ളി എന്നോട് ചോദിച്ചു എന്താ വിഷയം. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഹാർട്ടിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഡോക്ടർ ഐപ്പ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും നമ്പർ എല്ലാം തന്നു. പുള്ളിയെ ഫോൺ ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു, സംസാരിച്ചു. അപ്പൊ ഡോക്ടർ അടുത്ത് പറഞ്ഞു എനിക്ക് 15-ാം തീയതിക്ക് ഉള്ളിൽ കയറിപ്പോണം. ഇദ്ദേഹം പറയാണ് 15-ാം തീയതിക്കുള്ളിൽ കയറിപ്പോണം. അപ്പൊ ഉടനെ ഡോക്ടർ പറയാണ് നിങ്ങൾ ഇത്രയും സീരിയസ് ആയിരിക്കുമ്പോ അങ്ങനെ പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വിളിച്ചു. എല്ലാം എടുത്തു നോക്കി. അന്നേരം പറഞ്ഞു ഇദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് സർജറി ഉണ്ടെന്ന് എന്നോട് പറയണില്ല. ഇദ്ദേഹം അകത്ത് കയറ്റി എല്ലാ കാര്യങ്ങളും, ഈ പുള്ളിക്ക് വെള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇട്ട് പുള്ളി ICUയിലോട്ട് കൊണ്ടുപോകും. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ സ്ട്രെച്ചറിൽ കൊണ്ടുവരുമ്പോ ഞാൻ കാണുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന ഒരു ബോഡിയാണ് കൊണ്ടുവരുന്നത്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, ഞാനൊരു പക്ഷേ ഇല്ലെങ്കിൽ പോലും ഈ വേല നീ മുന്നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഞാൻ എൻ്റെ കൈ കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാനുള്ളതാണ്, ഒന്നും സംഭവിക്കത്തില്ല, ഇനിയും നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് കർത്താവ് വിടുവിക്കും, പൂർണ്ണമായിട്ട് ധൈര്യപ്പെട്ട് നിങ്ങൾ പോയിട്ട് വാ, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കാര്യങ്ങൾ അവിടെ നടക്കുക. അപ്പൊ അതിനിടയ്ക്ക് എന്നോട് വന്ന് ഓരോരുത്തർ ചോദിക്കാൻ നിങ്ങൾ പൈസ പേ ചെയ്തോ, 1,35,000 രൂപ അടയ്ക്കണം, നിങ്ങൾ അടച്ചോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയ ദൈവമക്കളെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനും എൻ്റെ കുഞ്ഞും ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. കാരണം എൻ്റെ കയ്യിലുള്ള കാശ് എന്ന് പറയുന്നത് തുച്ഛമായിട്ട് ഒരു 2-3 രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ 2,000 രൂപയോളം എൻ്റെ കയ്യിൽ വരും. ഞാൻ ഈ കാശും വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ, കാരണം അപ്പോ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കണം, ചായ കൊടുക്കണം, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുക, എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ എൻ്റെ മോനോട് പറയണം, മോൻ ഒരു കാര്യം ചെയ്യ്, ഇവിടെ പാർട്ടിക്കാർ ലൈനിൽ അതായത് രോഗികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, നീ അവിടം വരെ ഒന്ന് പോയി ലൈനിൽ നിന്നാ നമുക്ക് ഒരു പൊതി ചോറ് മതി, നമുക്ക് കിട്ടും. എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി, എനിക്ക് എണീറ്റിരിക്കാൻ വയ്യ. ഞാൻ പ്രാർത്ഥനയിലും ദൈവകൃപയിലും മാത്രം നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് മോനും. ഇവൻ ഈ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയ ഇവന്റെ ശ്വാസം കിതയ്ക്കാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, ആരുമില്ല സഹായിക്കാൻ, ഒരു വ്യക്തി ചോദിക്കാനില്ല. ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെല്ലാം അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്, ആരും ഒരു വാക്ക് പറയാനില്ല, ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ ആരുമില്ല. ഇത്രയും കഷ്ടതയിലും പ്രതികൂലത്തിന്റെയും കണ്ണുനീരിന്റെ അവസ്ഥയിലും ഞാൻ ആയിരിക്കുമ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവിൽ മാത്രം വെച്ചിരുന്നു. ഞാൻ അവന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കിയുള്ളൂ. ഞാനങ്ങനെ അപ്പോൾ അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. മോനോട് ഞാൻ പറഞ്ഞു നീ ഈ കാർഡ് കൊണ്ടുപോയി ഒന്ന് നോക്കാൻ. അപ്പൊ അവര് പറഞ്ഞു ഛത്തീസ്ഗഡിന്റെ ആയതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല, നീ നിക്കി എന്ന് പറഞ്ഞു. അവൻ ഇംഗ്ലീഷ് ഹിന്ദി അറിയും, മലയാളം അറിയത്തില്ല. നിക്കി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഇവൻ നിക്കെന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുക. അത് കഴിഞ്ഞപ്പോ എന്റെ പപ്പയുടെ ചേട്ടന്റെ മോൻ വന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ കൊച്ച് 2 ദിവസം കൊണ്ട് ഇന്ന് 2 ദിവസം ആയടാ ഇത് കൊണ്ട് നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല, എങ്ങനെ ഇപ്പൊ
എന്ത് ചെയ്യും? പൈസ അടയ്ക്കാൻ എൻ്റെ ഇല്ല, നിനക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എങ്കിൽ ഞാൻ തിരിച്ച് ഛത്തീസ്ഗഡിൽ ചെന്നിട്ട് ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ അവനും മൗനമായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവന് മൂന്നാമത്തെ ദിവസമായി. ഈ മൂന്നാമത്തെ ദിവസം ആയപ്പോ ICUന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പ്ലാസ്റ്റിക്കും ഇതൊക്കെ കഴിഞ്ഞവരൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. ഒരു സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, അലക്സ് തോമസിന്റെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ്, പുള്ളിയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? അപ്പൊ പൈസ നിങ്ങൾ അടച്ചില്ലല്ലോ, പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വാർഡിലേക്ക് മാറ്റും, പിന്നെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ തന്നെ മോനോട് പറഞ്ഞു, മോനെ ഇന്ന് നീ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കൊണ്ടുപോയി നോക്ക്. അന്നും കാര്യം നടന്നില്ല. അന്റെ പിറ്റേ ദിവസം രാവിലെ അച്ഛനെ വാർഡിലേക്ക് മാറ്റി. ഈ വാർഡിൽ എന്ന് പറയുമ്പോൾ അവിടെ പല രോഗികളും ഉണ്ട്. ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ പറയാണ്, ടെൻഷൻ അടിക്കേണ്ട, കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ പുറത്തു വന്നു. അപ്പൊ എന്റെ ആങ്ങള പപ്പയുടെ ചേട്ടന്റെ മോൻ എന്നോട് വന്ന് പറയാണ്, ഞാൻ ഇന്ന് വരെയും നിന്നിൽ കണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നീ സകലതും വിശ്വാസത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം, നിന്റെ കാര്യങ്ങള് ഓരോന്നും ഞാൻ കണ്ടിട്ടുള്ളത് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചതാണ് ഞാൻ കണ്ടത്. അപ്പൊ എത്ര മണിയാന്ന് അറിയോ? ഏകദേശം രാത്രി 9 മണിയായി. 9 മണിയായപ്പോ എന്നോട് പറയുക, അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചർച്ചക്കോട്ടിൽ ഒരു ചർച്ചുണ്ട്, അവിടെ ഒരു 50 രൂപയ്ക്ക് ഒരു ചെറിയ റൂം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ. എന്നോട് പറയണ, ചേച്ചി ഇന്ന് നീ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് വേണ്ടി നിന്റെ മനസ്സൊന്ന് ഫ്രീ ആക്ക്. 3 ദിവസമായി നീ ഭക്ഷണം കഴിച്ചിട്ട് നീ ഒന്ന് ഫ്രീ ആവും, ഇച്ചിരി വെള്ളം മേടിച്ചു കുടിക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ എന്റെ മോനും എന്നോട് പറയാണ്, മമ്മി വാ മമ്മി, ഞാൻ അവിടെ കൊണ്ടാക്കാം, മമ്മി കുളിച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവിനെയാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി ഒന്നും അല്ലാത്തൊരു സ്ഥാനത്താക്കിയിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത് എന്റെ കൊച്ച് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ കുറെ കൂടെ ഭാരം എനിക്കുണ്ട്. അത് പോയിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ വിളിച്ചു ചോദിക്കാൻ ആരുമില്ല. അപ്പൊ ഈ ഒരു വേദനയിൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോ ഇവർ പറഞ്ഞ ഉടനെ ഞാൻ പോയി എന്ന് പറഞ്ഞ 12 മണിക്ക് ഞാൻ കുളിച്ചു. ആ റൂമിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമില്ല, ആ റൂമിനകത്ത് തന്നെയാണ് ബാത്റൂം എല്ലാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കാല് തുടയ്ക്കുന്ന ഒരു ചവിട്ടുമെത്ത് അവിടെ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടിട്ട് ഞാൻ ദൈവസ്ഥാനിൽ മുട്ടുകുത്തി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ഥലത്ത് നീ എന്നെ നിന്ദിക്കാൻ അനുവദിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി നീ തക്ക സമയത്ത് ഇറങ്ങി പ്രവർത്തിച്ച എന്റെ പിതാവാണ്. ഇനി എന്നെ നിന്ദിക്കാൻ നീ അനുവദിക്കരുത്, എന്റെ സഹോദരങ്ങളോടെ കൈനീട്ടാൻ നീ എന്നെ അനുവദിക്കരുത്, ആരുടെ മുന്നിലും ഞാൻ ലജ്ജിക്കാൻ നീ എന്നെ അനുവദിക്കരുത്. ഇവിടെ എനിക്ക് വിജയം വേണം, നിന്റെ നാമം എനിക്ക് ധൈര്യത്തോടെ സാക്ഷ്യം പറയണം, നീ എനിക്ക് വേണ്ടി ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേവസ്വനിൽ മുട്ടുകുത്തി. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാല് എനിക്കറിയത്തില്ല, ആ റൂമിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ഇടിമുഴക്കം പോലെയായി എന്റെ ശബ്ദം. ഞാൻ അത്രത്തോളം ഞാൻ ദേവസ്വനിൽ കരഞ്ഞിട്ട്, സാധാരണ നമ്മൾ ആരോടും അങ്ങോട്ട് ആജ്ഞാപിക്കാറില്ല. ഞാൻ ദൈവത്തോട് പറയുകയാണ്, നാളെ 11:15 എന്റെ ചികിത്സാ കാർഡ് നീ ഓപ്പൺ ആക്കി തന്നേ, 12:30 നീ എനിക്ക് ഓപ്പൺ ആക്കി തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ലജ്ജിക്കപ്പെടുവാനിടയാകും. എന്റെ സഹോദരങ്ങളുടെ നല്ല ഉദ്യോഗസ്ഥരും നല്ല എന്താ പറയുന്ന സാമ്പത്തികം ഉള്ളവരുടെ മുന്നിൽ നിന്റെ വേലയ്ക്ക് ഇറങ്ങിയ ഞാൻ കൈനീട്ടാൻ നീ എന്നെ അനുവദിക്കരുത്. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റ് 12:30 മണിക്ക് നീ എനിക്ക് എന്റെ കാർഡ് നീ ഓപ്പൺ ആക്കിയേ മതിയാവുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ട് കറക്റ്റ് 6 മണിയായപ്പോഴും എന്റെ ഞാൻ പറയട്ടെ 3:30 മണി വരെ ദിവസത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്റെ കൊച്ചു വന്ന് എന്നെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വീണ്ടും പോയി അച്ഛനെ കണ്ടു. അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കോണിലിരുന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ് നീ എനിക്ക് വേണ്ടി ഇറങ്ങുക, ഞാൻ വിശ്വസിക്കുകയാണ് നീ എന്നെ നിന്നയ്ക്ക് കാരണമാക്കിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിട്ട് ഞാൻ 10 മണിയായപ്പോ മോനോട് പറഞ്ഞു, മക്കളെ ഇപ്പൊ നീ ഒന്ന് കൊണ്ടുപോ. ഞാൻ ആ കാർഡിനെ എന്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇത് കൊണ്ട് ആദ്യത്തെ കാർഡ് ഓപ്പൺ ആവണത് ഞങ്ങളുടേതായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവന്റെ മുമ്പിൽ
5 പേര് ഇപ്പോൾ ഉണ്ട്. അവരുടെ കാർഡുകളെല്ലാം ഓപ്പൺ ആയി, അവരെല്ലാം പൈസ അടച്ച് അവസാനം ഏതായാലും 6ാമത്തെ പേരിൽ ഇവനാ വരുന്നത്. ഇവൻ ഇത് കൊണ്ടു കൊടുക്കുമ്പോ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തോട് പറഞ്ഞത് 12:30 ആകുമ്പോൾ എന്റെ കാർഡ് ഓപ്പൺ ആക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം 11:30 ആയപ്പോൾ ആ കാർഡ് ഓപ്പൺ ആക്കി അതിൽ നിന്നും പൈസ വിഡ്രോൾ ചെയ്യാനായിട്ട് സ്വർഗത്തിലെ ദൈവം അവിടെ കാര്യം പ്രവർത്തിപ്പാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നാം എന്ത് കർത്താവിനോട് അപേക്ഷിക്കുന്നു, നമ്മുടെ അപേക്ഷയെ ഉപേക്ഷയായി വിചാരിക്കാതെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അവിടെ ഒരു പ്രാവശ്യം കൂടി സാക്ഷ്യം പറയാൻ എനിക്കിടയായി. ഈ കാർഡ് ഓപ്പൺ ആയി അവർ പൈസ എടുത്തിട്ട് അവര് റെസിപ്റ്റ് കൊടുക്കുമ്പോൾ എന്റെ മോൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, മമ്മി നമ്മുടെ കാർഡ് ഓപ്പൺ ആയി, പപ്പേ നമുക്ക് ഇന്ന് കൊണ്ടുപോകാം, പൈസ എല്ലാം അടച്ചു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ആ സമയം ഞാൻ ആ പരിസരം ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇവിടെ രോഗികളുള്ള സ്ഥലമെന്ന് ചിന്തിച്ചില്ല. അത് ഒരു ഹല്ലേലൂയ, അതേ ഒരു രോഗികൾ കിടക്കുന്നെന്നോ അല്ലെങ്കിൽ ഇവിടെ അധികാരികളുണ്ടെന്നോ ഡോക്ടർ ഉണ്ടെന്നോ ഒന്നും ഞാൻ ചിന്തിക്കാതെ എന്റെ 2 കരങ്ങളെ ഉയർത്തി ഞാൻ വായി തുറന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നീ ഇത്ര മാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാനിടയായി. എന്റെ ചുറ്റും നിന്ന് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, അസംഭവമായതിനൊക്കെ സംഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സാധിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വരും കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിയാതെ സന്തോഷിച്ച് എന്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണെന്ന് പറയാനിടയായി. എന്നാൽ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ സാഹചര്യം, പല രോഗികൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പല സഹോദരിമാരെന്നോട്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്ന് ഒരു അമ്മാമ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ എന്റെ ഒരു മോളുണ്ട്, അത് ക്യാൻസറായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അത് ഓണ്ടായി, അത് പോയിട്ട് അതിന്റെ യൂട്രസ് റിമൂവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മുട്ടുമടക്കി ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ, നീ എല്ലാവർക്കും വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, അവർക്ക് വേണ്ടി നീ വിടുതൽ കൊടുക്കണമേ എന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരയാറുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, നാം പലപ്പോഴും ചിന്തിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന്, നാം പലപ്പോഴും ചിന്തിക്കും നമുക്ക് ആരുമില്ല എന്ന്, നമുക്ക് വിടുതലില്ല എന്ന് നാം ചിന്തിക്കും. പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കും, മനുഷ്യരോട് ചോദിക്കും, ഇത്രയൊക്കെ ഞാൻ സഹിക്കുമ്പോ ദൈവം ഉണ്ടോ എന്ന് നാം ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ട്. സർവശക്തനായ ദൈവം മനുഷ്യൻ നമ്മെ നോക്കുന്നത് പോലെ അല്ല നോക്കുന്നത്. അവന്റെ ചിന്തകളല്ല കർത്താവിന്റെ ചിന്തകൾ നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, ഒരമ്മയെക്കാളും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, ആരിലേക്കാളും നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മളെ സഹായിപ്പാനില്ലാതെ വരുമ്പോൾ, എല്ലാവരാലും നാം ഉപേക്ഷിക്കപ്പെടുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയൊരു വിടുതല് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു പക്ഷേ ആ കാർഡ് ഓപ്പൺ ആയില്ല എങ്കിൽ എന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ ജീവിക്കുന്ന അവരുടെയൊക്കെ മുമ്പ് ചെന്ന് എനിക്ക് കൈ നീട്ടേണ്ടി വന്നനെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ പപ്പയുടെ ചേട്ടന്റെ മോൻ തന്നെ ഫസ്റ്റിലെ സാക്ഷ്യം പറഞ്ഞു, ആ ചേച്ചിയുടെ കണ്ണുനീരിന് ദൈവം മറുപടികൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ മേലെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. പല സാഹചര്യങ്ങൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത് മനുഷ്യൻ പോലും തകർത്ത് കളയുവാൻ, ഞാൻ പറയട്ടെ, ഞാൻ അനുഭവിക്കുന്ന നിന്ന എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോഴൊക്കെ കർത്താവിനോട് ചോദിക്കും, ഇത് എന്ത് അനുഭവ കർത്താവേ, ഇത്രത്തോളം ഞാൻ ഈ നിന്ന അനുഭവിക്കുന്നതിന്റെ കാരണം എന്താ എന്ന്. ഞാൻ ഈ ഗ്രേസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ എസെക്കിയേൽ ജോഷുവ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, അതായത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, നിന്ന സഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണം. ഒരു നിന്ന സഹിച്ചാലേ ഒരു നിന്നയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു നിന്ന സഹിച്ചാലേ മറ്റുള്ളവരുടെ നിന്നെ കുറിച്ച് നാം കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ ഞങ്ങളുടെ മിഷണന്മാരെല്ലാം കൂടി ഫ്രണ്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ദേവദാസന്റെ അടുത്ത് ഞാൻ എത്തുന്നതിന് മുമ്പ് എന്റെ തലയിൽ വന്ന് കൈവച്ചിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ തീയിൽ കൂടി കടത്തി വിടും.
ഹല്ലേലൂയ. നിന്നെ ശോധനയിൽ കൂടി ഞാൻ നിന്നെ കടത്തിവിടും. ഇതിൽ നിന്ന് എനിക്ക് വിജയമുണ്ടോ എന്ന് നീ ചിന്തിക്കുന്ന ചില സമയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. പിന്നെ നിന്ന മാത്രമേ നിനക്ക് ഉള്ളൂ എന്ന് നീ എന്നോട് ചോദിക്കും. ഈ നിന്ന നിന്റെ ജീവിതത്തിൽ അനേകരെ ആദായപ്പെടുത്തി എടുക്കാനാണെന്ന് എന്നോട് പറയാനിടയായി. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നും ഞാൻ ഓർക്കുന്നുണ്ട്. സത്യത്തിൽ പറയട്ടെ, ആ ദൈവദാസൻ അന്ന് കൈവച്ചതിന് ശേഷം ഇന്ന് എനിക്ക് 54 വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നവരെ എന്റെ ജീവിതത്തിൽ നിന്നല്ലാതെ ഒന്നുമില്ല. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, സഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമെന്ന്. ഹല്ലേലൂയ. അതിലപ്പുറം എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ മെയ്യിൽ ഞാനിങ്ങനെ ഞാൻ വീണിട്ട് എന്റെ കൈ ഒന്ന് ഇതായി. അപ്പൊ ഈ കൈ ഉയർത്താനോ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയായി. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആയുർവേദത്തില് അവിടെ ഞാൻ അഡ്മിറ്റ് ആകുമ്പോ അവിടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോ പല സഹോദരിമാര് CSIക്കാരുണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്, പിന്നെ കത്തോലിക്കക്കാരുണ്ട്, പല സഭയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഇരുന്ന് ക്രിസ്ത്യൻ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, പിന്നെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക. അപ്പൊ ഇവര് എന്നെ അപ്പൊ ഈ സിസ്റ്റർമാര് മെഡിസിൻ തരാനായിട്ട് വന്ന് പേര് വിളിക്കുമല്ലോ, ലുദിയ എന്ന് വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്ത് എണീറ്റ് ചെന്നു. അപ്പൊ ഇവരെല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കേൾക്കാം. ഞങ്ങള് കുറച്ചു നേരം കൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. ചേച്ചി ഇവിടെ നിന്നാ വന്നേ. ഞാൻ പറഞ്ഞു ഛത്തീസ്ഗഡിൽ നിന്നാ വന്നേ. പക്ഷെ ഞങ്ങൾ ആരെ പോലെയല്ല. എന്താ ചേച്ചി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഒരു മിഷണറിയാണ് എന്ന് പറഞ്ഞു. ഇവരെല്ലാം ഈ പകല് പ്രാർത്ഥിക്കുമ്പോ ഇവരെല്ലാം ശാന്തമായി ഉറങ്ങുമ്പോൾ ഞാൻ രാത്രി 1 മണി തൊട്ട് 3 മണി വരെ പ്രാർത്ഥിക്കും. എനിക്ക് തോന്നിയതിൽ ആരോ ഒരു സഹോദരി ഇത് കണ്ടിട്ട്, പക്ഷെ ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോ ഒരു പിന്നെന്താ പറയുക, ഒരു പാസ്റ്ററുടെ മോള്, പാസ്റ്റർ മരിച്ചുപോയി. ആ കൊച്ച് BSc നേഴ്സാണ്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കൊച്ച്. ഒരു സൈഡ് മൊത്തം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അവിടെ കൊണ്ടുവന്നതിന് ശേഷം തടവിയും മരുന്ന് കൊടുത്തും ഒക്കെ ആ കൊച്ചിന് ഒത്തിരി സൗഖ്യമായി. പെട്ടെന്ന് ഈ കൊച്ചിന് എണീക്കാൻ വയ്യാതെ ഒരു സൈഡ് മൊത്തവും നീരും കയറി വേദനയും. കൊച്ചിന് ബാത്റൂമിൽ പോകണം. ഇത് അമ്മയോട് പറയാ, എനിക്ക് ബാത്റൂമിൽ പോകണം അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു എണീക്കെന്ന് പറഞ്ഞു. ഈ കൊച്ചിന് എണീക്കാൻ പറ്റുന്നില്ല. അമ്മ നല്ല പ്രായം ചെന്നതാ. അവരെന്ത് ചെയ്യുന്നറിയോ, അവരെ കഴുത്ത് ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോ ഇവളോട് പറഞ്ഞു കഴുത്തിൽ കൈയിട്ട് മോൾ എണീക്ക്, ഇവക്ക് എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവളങ്ങ് കരയാൻ തുടങ്ങി. രാത്രി 8 മണിക്ക് ഇവള് കരയാൻ തുടങ്ങി. ഉടനെ തന്നെ ബാക്കിയുള്ളവർ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടർമാർ വന്ന് ചൂട് കൊടുത്ത് നോക്കി, അവളെ ഒന്ന് എണീപ്പിക്കാൻ നോക്കി. ഇതെല്ലാം ചെയ്യുമ്പോ ഇവളിതെല്ലാം ചെയ്തിട്ടും ഇവക്ക് എണീക്കാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്തൊരു സിസ്റ്റർ ഉണ്ട്, അവരും പെന്തക്കോസ്തുകാരിയാണ്. ആ സിസ്റ്റർ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഈ കത്തോലിക്കലുള്ള എല്ലാവരും പോയി നോക്കിയിട്ട് ഇഞ്ഞു പോന്നു. എനിക്കറിയത്തില്ല, ഇവരിൽ ഒരാൾ എന്നോട് വന്ന് പറയാണ്, ലുദിയ ചേച്ചി പോയി ഒന്ന് പ്രാർത്ഥിച്ച ആ കുട്ടി ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പെന്തക്കോസ്തുകാരാണ്, ദൈവമക്കളാണ്. അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സമയമായിട്ടില്ല, ഞാൻ പോകാം, നിങ്ങൾ ആരും എന്നെ നിർബന്ധിക്കാൻ, കർത്താവ് എന്നോട് പറയട്ടെ, ഞാൻ പോകാന്ന് പറഞ്ഞു. രാത്രി 11 മണിയായിട്ട് ഈ കൊച്ചിന് മൂത്രം ഒഴിക്കാൻ അവര് ബാത്റൂമിൽ പോകണം. അവർ എന്തോ പറഞ്ഞ എന്തോ വെട്ടം കൊണ്ട് വെച്ച് കൊടുത്ത് അവള് ബാത്റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കര കരച്ചില്ല, നെഞ്ചിലടിച്ച്. അവർക്ക് വേറെ ആരുമില്ല. അവര് പറയണ കർത്താവേ ഇതിനാണോ നീ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നു പറഞ്ഞ് കരയാണ്. അപ്പൊ ഈ കരയുന്ന കേട്ടപ്പോ എനിക്ക് നല്ലതായിട്ട് വേദനിച്ചു. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എണീറ്റ് കുറച്ചു നേരം ഇരുന്നു. കറക്റ്റ് 12 മണിയായപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഞാൻ അവരോട് എന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, മദറെ ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അവർ പെട്ടെന്ന് തന്നെ തലയിൽ തുണിയെല്ലാം ഇട്ട് ഈ കൊച്ചി എണീക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു മോൾ എണീക്കണ്ട, ആന്റി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നീ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്നും നോക്കിയില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാ, നീ ആ ബന്ധനത്തെ ശാസിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആ കുഞ്ഞിന് പൂർണ്ണ വിടുതലാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ശരീരത്തിന്റെ ഏത് ഭാഗം തൊട്ടാണോ ചലനമില്ലാത്തത് അവിടം തൊട്ട് എന്റെ കൈ വെച്ച് ഞാൻ അങ്ങോട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ നാളെ രാവിലെ ആരും നിന്നെ വിളിച്ചുണർത്തും, ആരും നിന്നെ പിടിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട, നീ തന്നെ എണീറ്റ് വന്ന് എന്നെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോന്നു. 3 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ 4 മണിക്ക് ശേഷം ഞാനൊന്ന് മയങ്ങിയപ്പോ 6 മണിയായപ്പോ ഇവള് തന്നെ നടന്നു വന്നിട്ട് എന്നെ തട്ടി വിളിച്ചിട്ട് പറയുന്നു, താങ്ക് യു ആന്റി, എന്നെ യേശു സൗഖ്യമാക്കി.
ഞാൻ അപ്പൊ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അത് കണ്ടിട്ട് ആ ബെഡിൽ കിടന്ന സകല ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവര് ഏത് സമുദായക്കാരാകട്ടോ എല്ലാവരും കൂടി എന്നെ വന്നങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയുക, ചേച്ചി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതാണ്, ചേച്ചി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യമാകും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായിരുന്നു. ഞാൻ പോരാൻ നേരത്തെ ഞാൻ ആ കൊച്ചിനോട് ഒരു കാര്യം പറഞ്ഞു. അവൾ അപ്പൻ ശുശ്രൂഷകനായിരുന്നു. ആ പുള്ളിക്കാരൻ മരിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, തമ്പുരാൻ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് അത് ആരും കണ്ടിട്ടില്ല. ഇനി ഒരു കാര്യം പറയാ, അപ്പച്ചൻ ചെയ്തിട്ട് പകുതി വെച്ചിട്ട് പോയ വേല നീ ഏറ്റെടുത്ത് ചെയ്യണം. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോലിയുടെ മധ്യത്തിൽ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുക. നീ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നീ ബലപ്പെട്, ദൈവം നിന്നെ സൗഖ്യമാക്കും. പോരാ നേരത്തെ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ആന്റി എനിക്കിപ്പോ നേരത്തെ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുള്ളായിരുന്നു, അവിടെ നല്ലതായിട്ട് നടക്കുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ പറഞ്ഞതിന്റെ കാരണം നാം കണ്ണീരൊഴിക്കുന്നുവോ, നാം പ്രാർത്ഥിക്കുന്നോ, ആ പ്രാർത്ഥനയ്ക്ക് വാസ്തവമായിട്ട് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ ഒരു മനുഷ്യനും കോവിഡ് വന്നിട്ടില്ല, എനിക്ക് മാത്രം. ഞാൻ എന്നാ എങ്ങും പോകാറില്ല. ഞാൻ വീട്ടിനകത്തിരിക്കുന്ന എനിക്ക് 2 ആഴ്ച കൊണ്ട് പനിയാ. ഈ പനി വന്നപ്പോ എന്റെ മൂത്ത ചേട്ടൻ ഫോൺ ചെയ്തിട്ട് പറയാ, എടി കോവിഡ് ആയിരിക്കും, നിന്നെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ ഹോസ്പിറ്റലിൽ. അപ്പൊ എനിക്ക് വിട്ട് പനിയുണ്ട്, നല്ല ചുമയുണ്ട്, നല്ല കഫക്കെട്ടുണ്ട്. എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അപ്പോ എന്റെ 2ാമത്തെ കുഞ്ഞു ഇവിടെ ഉണ്ട്, മൂത്ത മോളുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റൽ. പക്ഷെ എന്റെ സംഭവം, എനിക്ക് ഉള്ളിലൊരിത്, എനിക്ക് കോവിഡ് ആണെങ്കിൽ വാസ്തവമായിട്ട് ഇവരാ ക്വാറന്റൈനിൽ എന്നെ വെക്കും. അതെനിക്കൊരു ഭീതിയായിരുന്നു. കാരണം പോണതെല്ലാം മരിച്ചാ വരുന്നത്, എല്ലാത്തിനും പ്ലാസ്റ്റിക്കിൽ കവറിനകത്ത് പാക്ക് ചെയ്ത് വിടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറയുക, നെറ്റ് ഓപ്പൺ ചെയ്താൽ അന്ന് അതല്ലേ ഉള്ളൂ, കൂട്ടമായിട്ട് വാരിയിട്ട് ചുടുക, ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ കണ്ട ഉള്ളിലൊരു ഭീതിയായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നില്ല. അത് പറഞ്ഞില്ല, ഇനി ഇവിടെ കിടന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പിന്നെ വേറെ വിഷയമാവും, നമുക്ക് പോവാം. ഞങ്ങൾ 2 പേരും കൂടി പോയി മിഷൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ചെക്കപ്പ് ചെയ്യണ്ട കേട്ടോ, ഒരു പക്ഷെ അച്ഛനും ക്വാറന്റൈനിൽ കൊണ്ടുവന്ന് അവരിടും. അച്ഛൻ പോയി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ട് തരാൻ ആരുമില്ല, കാരണം അവിടത്തെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്നെ ചെക്ക് ചെയ്തപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ അറിയുന്നത് എനിക്ക് കോവിഡ് ആണെന്ന്. ഉടനെ തന്നെ അവിടെ അന്ന് ആംബുലൻസ് എല്ലാം അവിടെ നിൽക്കുക. എന്നോട് പറഞ്ഞ് ഇതിൽ കയറാൻ പറഞ്ഞു. ഞാൻ പറയാം വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അവരോട് റിസ്ക് ഞാൻ പറയില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം, ഇവിടെ എല്ലാ സൗകര്യമുണ്ട്, ഇല്ല നിങ്ങൾക്ക് ബാത്റൂം ഉണ്ടോ, നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കുക. എനിക്ക് വിട്ടിട്ട് പോകാൻ വയ്യ, എനിക്ക് ഉള്ളിൽ പേടിയാണ്. അപ്പൊ ഞാൻ എന്നിട്ട് രാത്രി ഒരു 9 മണി വരെ, 9 മണിക്ക് ഒരു ആംബുലൻസ് വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ ഈ ആംബുലൻസിന് ഞാൻ പോകത്തില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്റെ വിശ്വാസികൾക്ക് ആർക്കും കോവിഡ് വന്നില്ല, എനിക്ക് മാത്രം കോവിഡ് വന്ന് ജനം അത് കേട്ട് അത് ശരിയല്ല എന്നൊക്കെ ഞാൻ അച്ഛനോട് പറയണു. അപ്പൊ അവിടുന്ന് വീണ്ടും എന്റെ ഫോണിൽ കോൾ ചെയ്യണം, മാഡം ആപ്കോ ആ രാത് കോ ഞാൻ വെച്ച് നമ്മൾ ലേനെ ആയെങ്കിൽ ആപ് ചെലവോ എന്ന് പറയണം. അപ്പൊ ഞാൻ വീണ്ടും പറയണ, ഇല്ല എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരെന്നെങ്ങും നിർബന്ധിക്കുക, പനിയാണെന്നുണ്ടോ, സഹിക്കാൻ വയ്യാത്ത പനി, ഒന്നും കഴിക്കാനും വയ്യ. അപ്പം ഉടനെ തന്നെ ഞാൻ അച്ഛനോട് പറയുക, എനിക്ക് ഒരു ബാഗ് തരാൻ പറഞ്ഞു. ഞാൻ ഒരു ബാഗ് എടുത്ത് എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സെല്ലാം ഞാൻ അതിൽ വെച്ചിട്ട് ഞാൻ ഇവരെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ എവിടെയാ വരേണ്ടത്, നിങ്ങൾ ആ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വരാം. അങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ആംബുലൻസ് പോകത്തില്ല അച്ഛാ, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു. ഇദ്ദേഹം എന്നെ ക്വാറന്റൈനിൽ കൊണ്ടുവന്ന് വിട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരം അവര് നിൽക്കണം, നമ്മൾ കയറി ഇഞ്ഞ് പോകണ്ട. ഈ പുള്ളി എന്നെ കണ്ടപ്പം പുള്ളിക്ക് വല്ലാത്തൊരു ടെൻഷനായി, അതുപോലെ തന്നെ മോനും. അപ്പൊ ഇവരിങ്ങനെ കൊണ്ടാക്കി 2ാമത്തെ മോളും പിന്നെ മൂത്ത മോളെയൊക്കെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം കൊറോണ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നുള്ളൊരു ഭീതിയിൽ. എന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ ദൈവമക്കളെ, ഞാനൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റെ ഫോട്ടോ എടുത്ത് അവര് എന്റെ പേര് വെച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അവർ ഉടനെ നെറ്റിലിടുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ റൂം കാണിച്ചു തന്നു. ഞാൻ ആ റൂമിലോട്ട് കയറി ചെല്ലണതും ഈ റൂമിൽ പോകണ ആദ്യത്തെ റൂമിൽ ഞാൻ നോക്കുമ്പോൾ ഒരപ്പച്ചൻ നിന്ന് കരയുകയാണ്. അവിടെ 8ഓളം ആൾക്കാർ കിടന്ന സ്ഥലം. അപ്പൊ അപ്പച്ചൻ നിന്ന് കരയുക. ഞാൻ നോക്കുമ്പോ സിസ്റ്റർമാര് അവിടുത്തെ കമ്പൗണ്ടർ എല്ലാരും കൂടെ ചേർന്ന് ഒരു പ്ലാസ്റ്റിക് ജില്ലിക്കകത്ത് 10-24 വയസ്സുള്ള ഒരു ചെറുക്കനെ കെട്ടി പൊതിഞ്ഞെടുക്കുന്നു. എനിക്കത് കണ്ടതും, എനിക്ക് പനിയുണ്ട്, എനിക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഈ ബോഡിയെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് ആ പുള്ളിക്കാരനോട് ചോദിക്കാം ഹിന്ദിയിൽ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ഗ്രാമം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ 24 വയസ്സുള്ള മോനാണ്, എനിക്കും കൊറോണയാണ്, എന്റെ മോൻ മരിച്ചുപോയി, ഇവരിപ്പോ ഇതിനെ കൊണ്ടുപോകും. പക്ഷെ എനിക്ക് ഒരു സന്തോഷമുള്ളത്, എന്റെ മോൻ യേശുവിന്റെ അടുത്താണ് പോയെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമാണെങ്കിലും ആ പിതാവിന് വേറെ ആരുമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ആ ഒരു ഭാരം അങ്ങ് ഏറ്റെടുത്തു.
സത്യത്തില് ഞാൻ എൻ്റെ റൂമിലൊക്കെ പോയി. ഞാൻ എൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ 16 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ള പെമ്പിള്ളേരെ എല്ലാം ഓക്സിജനിൽ ഇട്ട് വെച്ചിരിക്കും. ഞാൻ ആ റൂമിനകത്ത് കയറി ചെന്നിട്ട് ഞാൻ നോക്കി. എന്നോട് അതിനിടയ്ക്ക് എനിക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രദർ എന്നെ ഫോൺ വിളിച്ചിട്ട് മസ്കറ്റിൽ നിന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾക്ക് സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വോയിസ് ഇട്ടിരുന്നല്ലോ സിസ്റ്റർ, ഞാനൊരു കാര്യം പറയാം, ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ ഒരു മെഡിസിനും കഴിക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയം നമ്മുടെ മന്ത്രിതലത്തിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരൊറ്റ ക്രിസ്ത്യാനികൾക്ക് നല്ല മെഡിസിൻ കൊടുക്കരുതെന്ന്. അപ്പൊ ഇതെങ്ങനെയോ അവർക്ക് ആ വിഷയം ലീക്കായിട്ട് ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ എടുക്കാറില്ല. എൻ്റെ അനിയത്തി ഒരു നേഴ്സാണ്. അപ്പൊ അവളാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ഈ മെഡിസിൻ എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ രാത്രി ഒരു 8-9 മണിയായപ്പോൾ 7 മണിയാകുമ്പോഴേ ഇവർക്കെല്ലാം ഭക്ഷണം കൊണ്ടുവരും. ഈ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങി. എൻ്റെ അടുത്ത ബെഡിൽ ഒരു 19 വയസ്സായ ഒരു കൊച്ച്, അതിന്റെ അമ്മ തലേ ദിവസമേ ഡിസ്ചാർജ് ആയി പോയി. ഈ കുട്ടി പനി കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് വിറയലും ഈ കൊച്ചിന് ശ്വാസം മുട്ടലും. സിസ്റ്റർമാരെ പോയി വിളിച്ചിട്ട് ആരും കതവ് തുറക്കുന്നില്ല. എനിക്കിതിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാൻ അതിനോട് ചോദിച്ചു, മോളെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രാർത്ഥിച്ചാൽ മോക്ക് സൗഖ്യമാകുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ആന്റി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾ എന്നോട് പറഞ്ഞു, ഈ ഓക്സിജൻ കൊടുത്തിരിക്കും. ഓക്സിജൻ ഞാൻ നോക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരെ എത്ര ആയെന്നറിയാമോ, 60-ൽ നിൽക്കുക. എനിക്ക് അതുകൂടെ കണ്ടപ്പോൾ ഒരു 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ്, എന്നോട് പറയാം, ആന്റി എന്റെ ഓക്സിജൻ ലെവലെല്ലാം നോക്കെന്ന് പറഞ്ഞിട്ട് അവള് എനിക്ക് ഓക്സിജന്റെ മെഷീൻ എടുത്ത് തരും. ഞാൻ കൊടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ 60-ലായി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ്, ഞാൻ പറയും, നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമ്മളെ രക്ഷിക്കാൻ അവൻ മതിയായവനാണ്. മോൾ ആ കർത്താവിനെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച സൗഖ്യമാവുമെന്ന് മോക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവൾ ഉടനെ എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം അതിന്? ഞാൻ പറഞ്ഞു, ഞാൻ പറയും പോലെ നീ പറയാൻ പറഞ്ഞു. ഞാൻ അതിനോട് കർത്താവിനോട് അവളോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ ഞാൻ ഒരു പാപിയാണ്, നീ എന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എന്നെ സൗഖ്യമാക്കണമെന്ന് മോള് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അവൾ അത്രയും പറഞ്ഞത് അവളെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായിട്ട് ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വിയർത്ത് ഇവിടെ പനിയെല്ലാം അങ്ങ് മാറി. ഇവിടെ ഓക്സിജൻ ലെവല് അത് ഞങ്ങളെടുത്ത് മാറ്റിയിട്ടില്ല. ഓക്സിജൻ ലെവൽ നോക്കുമ്പോഴത്തേക്ക് 90-ലേക്ക് കയറി വന്നു. ഇത് കണ്ടത് ഈ കൊച്ചിന് ഭയങ്കര വിശ്വാസമായി. ഇവൾ എന്നോട് പറയുകയാണ്, എന്റെ അമ്മ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയപ്പോ അമ്മ എന്നോട് ഒരു വാക്കുപോലും പറയാതെയാണ് പോയത്. അവർക്കറിയാം ഞാൻ രക്ഷപ്പെടുത്തില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ്, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് കുഞ്ഞെ, അതുകൊണ്ടാണ് ദൈവം നിന്നെ സൗഖ്യമാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അവളെ ഓക്സിജൻ ലെവൽ എല്ലാം ശരിയായി, അവള് പൂർണ്ണ സൗഖ്യമുള്ളതായി. പിറ്റേ രാവിലെ അവൾ എണീറ്റ് എല്ലാരോടും പറയാൻ തുടങ്ങി, ഇന്നലെ രാത്രി ഞാൻ മരിച്ചു പോകാനുള്ളായിരുന്നു, ആന്റി പ്രാർത്ഥിച്ച എനിക്ക് പെട്ടെന്ന് എനിക്ക് വിടുതൽ കിട്ടിയത്, ഞാൻ നല്ല സൗഖ്യമുള്ളവളായി തീർന്നു. എന്നിട്ട് അവളാണ് പിന്നെ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരുന്നത്. കാരണം അവരവരുടെ എന്താ പറയുന്ന അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ചായ ഇട്ട് കുടിക്കുക. ഇവളെനിക്ക് കൊണ്ടു തന്നിട്ട് എന്നോട് പറയണം, ഈ ചായ ഒന്ന് പ്രാർത്ഥിച്ച് തരാമോ, ഞാൻ ഇത് പ്രാർത്ഥിച്ച് കുടിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്താ കുഞ്ഞ് എന്നോട് ചോദിക്കും, ഇത് പ്രാർത്ഥിച്ച് തരാമോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഈ മരണവും ഇതെല്ലാം കണ്ടപ്പോ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 3 മണിയായപ്പോ എണീറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം 60ഓളം എന്താ പറയുക വാർഡുകളുണ്ട്. ഗർഭിണിയായ ഉള്ളവരും പ്രസവിച്ച് 3 ദിവസമായവരും എല്ലാം ക്വാറന്റൈനിൽ അങ്ങ് നിറഞ്ഞു കിടക്കുക. കിടക്കാൻ പോലും സ്ഥലമില്ല. എല്ലാ റൂമുകളിലും ഞാൻ കയറി ഇറങ്ങി മലയാളത്തിൽ നിന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്വരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്നലെ ഇവിടുന്ന് ഒരു വ്യക്തിയെ ജില്ലിക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുപോയി, ഇനി ഒരു ഡെഡ് ബോഡി ഇവിടുന്ന് പോകാൻ നീ അനുവദിക്കരുത്. സ്വർഗത്തിലെ കരം ഇവിടെ ഇറങ്ങണം. ഇതിനകത്ത് വിശ്വാസികളുണ്ട്, ഇതിനകത്ത് അവിശ്വാസികളുണ്ട്. ഒരു മരണം രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തി മരിക്കുവാൻ നീ അനുവദിക്കരുത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓരോ വാർഡുകളിലും കയറി നിന്ന് ആ വാതിൽക്കൽ നിന്നുകൊണ്ട് ആ ജനത്തോട് അവരും അങ്ങോട്ട് നോക്കി തന്നെ കണ്ണു തുറന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയതയ മക്കളെ, ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ അതുപോലെ രാവും പകലും എന്ന് പറഞ്ഞാല് 7 മണിക്ക് പോയി പ്രാർത്ഥിക്കും, രാവിലെയും പോയി പ്രാർത്ഥിക്കും. അത് 3 മണിക്ക് ഇറങ്ങിയാലേ ഈ എല്ലാ എന്ത് പറയണ വാർഡിലും പോയിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അതിനകത്ത് കുറെ വിശ്വാസികളുണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടി എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ആന്റി എവിടെന്നാ വരുന്നേ, ആന്റി പിന്നെ ഏത് സഭയില, ആന്റി ഇവിടെ എവിടെയാ, എല്ലാം ചോദിക്കുക. എല്ലാവരോടും ഇതെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം തൊട്ട് 6 മണി തൊട്ട് 7 മണി വരെ ക്വാറന്റൈനിൽ ആരാധന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
വിശ്വാസികൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറയാ, പാട്ടൊന്നും പാടണ്ട ആന്റി, നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാം. അത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഏകദേശം 28 ദിവസം ഞാൻ അവിടെ കിടന്നു. ഞാൻ പോരുന്നത് വരെ തമ്പുരാൻ ഒരു ഡെഡ് ബോഡിയെ പോകാൻ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതന്റെ ശക്തി അവിടെ വ്യാപരിപ്പാനിടയായി. ഞാൻ പറയട്ടെ, അവിടുത്തെ സിസ്റ്റർമാർക്ക് ഞാനൊരു കണ്ണിലുണ്ണിയായി മാറി. അവരെല്ലാം എന്നോട് പറയും, ആന്റിക്ക് ദൈവം വലിയൊരു കൃപയാണ് തന്നിരിക്കുന്നത്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില കൊച്ചു കുഞ്ഞുങ്ങൾ 16, 17, 8, 10 വയസ്സുള്ള പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട്, ആന്റി നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് ഇവിടെ വേദനിക്കുന്നു, എനിക്ക് നെഞ്ച് വേദനിക്കുന്നു, എനിക്ക് കാല് വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. 26ാമത്തെ ദിവസം രാത്രിയിൽ പെട്ടെന്ന് എൻ്റെ ശരീരത്തിനൊരു വേദന ഉണ്ടായിട്ട് എൻ്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. എൻ്റെ അനിയത്തി എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എടി നീ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അവള് മനസ്സിലാക്കി എൻ്റെ ശ്വാസം നിലയ്ക്കാൻ പോകുന്നത് പോലത്തെ ഒരു അവസ്ഥ, എൻ്റെ ശ്വാസം കുറഞ്ഞു വരുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നിന്റെ ഓക്സിജൻ ലെവൽ നോക്കണം, മെഷീനോടെല്ലാം എടുത്തു വെച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, ഇത് 60ലോട്ട് വന്നോണ്ടിരിക്കുകയടി എന്ന് പറഞ്ഞു. എനിക്ക് ഭീതി ഉണ്ടായി എൻ്റെ മനസ്സിൽ. ഞാൻ അവളോട് പറഞ്ഞു, 9 മണി കഴിഞ്ഞു. അവളോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലാ കടകളും അടച്ചു കാണും, ഇപ്പൊ എങ്ങനെയാ നിനക്ക് ശ്വാസം മുട്ടലിനുള്ള ഗുളിക മേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ വഴക്ക് പറഞ്ഞു. അന്ന് എങ്ങനെയോ അവൾ ആ ഗുളിക മേടിച്ചു കൊടുത്തു. പക്ഷെ എൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റിയില്ല. കാരണം 7 മണിയാകുമ്പോഴേ ഇവരെല്ലാം താലയിട്ട് പൂട്ടിക്കളിക്കും, ആർക്കും കയറി വരാൻ പറ്റത്തില്ല. അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ട് ഞാൻ ബെഡിലിരിക്കുമ്പോൾ എൻ്റെ മുതുവിന് ഭയങ്കര വേദന, എനിക്ക് ശ്വാസം നേരെ പോകുന്നില്ല, എൻ്റെ ശരീരത്തിന് മൊത്തം വേദന, എനിക്ക് താങ്ങാൻ വയ്യാത്ത വേദന കൊണ്ട് ഞാൻ ഭാരപ്പെടുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ലോകത്തിൽ ആയുസിന് വേണ്ടി ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ ദൈവത്തോട് ഒരു വാക്കേ പറഞ്ഞു, നിന്റെ വേല തീർന്നില്ലപ്പ, എന്റെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അതേ, ഞാനില്ലെങ്കിൽ എന്റെ കർത്താവിന്റെ ദാസന് ഒറ്റയ്ക്ക് നിന്റെ വേല ചെയ്യുവാൻ കഴിയില്ല. നീ ഒരു പ്രാവശ്യം കൂടി ആയുസിനെ എനിക്ക് നീട്ടിത്തരണമേന്ന്. ഹല്ലേലൂയ. ഞാൻ അക്കിടയ്ക്ക് കിടന്നുകൊണ്ട് ഞാൻ പൊട്ടി കരയുവാൻ തുടങ്ങിയ എൻ്റെ സ്വരം എൻ്റെ ശബ്ദം ആർക്കും പുറത്തു വരുന്നില്ല. ഉടനെ തന്നെ എൻ്റെ ഡയറക്റ്റ് അങ്കിൾ എന്നെ ഫോൺ വിളിച്ചു, എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് സുഖമില്ല എന്ന് അറിഞ്ഞു, ഇപ്പൊ നീ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അങ്കിളിനോടും എനിക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്കിളിനോട് ഞാൻ പറയുകയാണ്, അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്വാസം നേരെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. പ്രാർത്ഥിച്ച് ഇവരെല്ലാം ഫോൺ വെച്ചു. വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. രാത്രി 1 മണിയായപ്പോൾ ഞാൻ ദൈവത്തോട് വീണ്ടും പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്തോ അതെന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന്. രാത്രി കറക്റ്റ് 1 മണിയായപ്പോൾ എൻ്റെ ശിരസ് തൊട്ട് എൻ്റെ ശരീരം, എൻ്റെ മുതുകത്തോട്ട് ഒരു വലിയ കരം എന്നെ തഴുകി ഇറക്കുന്നതായിട്ട് എനിക്ക് തോന്നുവാനിടയായി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ വേർത്ത് എൻ്റെ ശരീരത്തിലെ സകല വേദനകളെയും മാറ്റി എൻ്റെ ഓക്സിജന്റെ ലെവലെല്ലാം ക്ലിയർ ആക്കി സ്വർഗത്തിലെ ദൈവം വീണ്ടും എന്നെ ദീർഘായുസോടെ ഈ ഭൂമിയിൽ എന്നെ ശേഷിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ക്വാറന്റൈൻ 28ാമത്തെ ദിവസം ഞാൻ ഇറങ്ങി വരുമ്പോ അവിടെ ജോലി ചെയ്യുന്ന ഓരോ സിസ്റ്റർമാരും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി വീട്ടിൽ പോയാലും പ്രാർത്ഥിക്കണേ, ഇനി ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കും, ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോ അവർ അതിനകത്ത് എന്ന് പറയണേ, നമ്മളിവിടുത്തെ ഒരു ആർസിക്കാരി ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരെന്നോട് ഒരു വാക്കേ പറഞ്ഞോളൂ, നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടല്ലേ ആന്റി പോയത്, അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഒരു വില്ലേജിൽ കർത്താവിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി കരയുവാൻ ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ആ വില്ലേജിന് ഒരു വലിയ വിജയമാണ്. അതല്ല, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കുടുംബത്തെ ഓർത്ത് നീറി ദൈവസന്നിധിയിൽ കരയുവാൻ ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ കുടുംബത്തിന് ഒരു വലിയ വിടുതൽ ദൈവം കൽപ്പിക്കും. ഇത് ജീവനുള്ള സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തകർന്നു പോകേണ്ടവരല്ല, നാം ക്ഷീണിച്ചു പോകേണ്ടവരല്ല, നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ ഞാൻ പറയട്ടെ, മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ എന്നെ രക്ഷിക്കണമേ എന്ന് പല രാത്രികളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട്
ചിന്തിച്ചിട്ടില്ല ദൈവമക്കളെ. നാം രക്ഷയിലേക്ക് കടന്നു വന്നു, കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, അവന്റെ കുഞ്ഞുങ്ങളാക്കി നമ്മളെ മാറ്റിയെങ്കിൽ അവന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അവന് നമ്മളെ കുറിച്ചൊരു തീരുമാനമുണ്ട്, അവന് നമ്മളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇന്നയോളം നാം നിന്നതെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് നിന്നതല്ലല്ലോ, അവൻ നമ്മളെ നിർത്തിയതാണ്. അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ഹല്ലേലൂയ. എത്ര ആയിരങ്ങൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എത്ര ജീവിക്കുവാൻ സകലതും ഉള്ളവര്, എല്ലാ വിധത്തിലും സാമ്പത്തികമുള്ളവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ, ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തി നമ്മുടെ ജീവിതത്തിന്റെ മേലെ നമ്മളെ കരുതുന്ന ഒരു വല്ലവനായ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടുവാനില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വേലയുടെ മുഖത്ത് ദീർഘമായി വേദനയോ ഭാരത്താലോ, ഞാൻ പറയാ, സാധാരണ ഒരു സഭയില് എപ്പോഴും ഒരു സഹോദരിക്ക് എന്ന് പറഞ്ഞാൽ ആ സഭയില് പാസ്റ്ററുടെ ഭാര്യയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങള് ഒരു വ്യക്തിയോടും പറയാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ് കയറി വരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ സഭ സ്പ്ലിറ്റ് ആകും, നമ്മൾ വീട്ടിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമാകും, നമ്മുടെ സഹോദരങ്ങളോട് പറയുകയാണെങ്കിൽ അവർ നമ്മളെ നിന്ദിക്കും. ഈ വിധത്തിൽ ത്യാഗം അനുഭവിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. അവരോട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ എസ്തേറിനെ പോലെ, ഹല്ലേലൂയ, സ്വന്തം ജനത്തിന് വേണ്ടി ഇടവെന്ന് നീ അത് കരയുകയാണെങ്കിൽ നിന്റെ സന്നിധിയിൽ, ഞാൻ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നെന്നുള്ളൊരു ബോധം മാത്രം മതി, ഞാൻ അവന്റെ കരങ്ങളിലാണെന്നുള്ളതും. ഹല്ലേലൂയ. അത് മാത്രമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അവന് വേണ്ടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നേ ഉണ്ടാകും. ഒരു പക്ഷെ നാം ചിന്തിക്കും, എന്റെ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞവര്, ഹല്ലേലൂയ, നാം പറയുമല്ലോ, ദൈവത്തിന്റെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പാനപാത്രത്തിൽ നിന്നും കഴിച്ചവരും നിന്റെ പാനപാത്രത്തിൽ നിന്നും പറ്റിയവരൊക്കെയാണ് എന്നെ ഈ പറയുന്നെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, അതൊന്നും ദൂരെയല്ല, അതെല്ലാം നമ്മുടെ അരികിൽ തന്നെ ഉണ്ട്. ആയിരം മധ്യത്തിൽ ശബ്ദമില്ലാതെ മൗനമായിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ഏത് വേദനയിലും കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, ഏത് പ്രതിസന്ധിയിലും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, നീ മാത്രം മതി കർത്താവേ, നിന്റെ കൃപ മാത്രം മതി കർത്താവേ, നീ എന്നെ നിർത്തണമേ എന്നുള്ള ഒരു അനുഭവത്തോടെ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന ഓരോ വാക്കുകളും എന്റെ സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പറയട്ടെ, പ്രിയ ദൈവമക്കളെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഇന്നയോളം എന്നെ കർത്താവ് നടത്തിയെങ്കിൽ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്, അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നെ പോലെ തന്നെ അനേക സഹോദരിമാർ ഇതിനകത്ത് വേദന അനുഭവിക്കുന്നവരും, കണ്ണുനീരോടെ ആയിരിക്കുന്നവരും, ആരാധനയ്ക്ക് വിശാലതയില്ലാത്തവരും, ഹല്ലേലൂയ, സ്വസ്ഥതയില്ലാതെയും, എത്രത്തോളം പ്രാർത്ഥിക്കുക അത്രത്തോളം പ്രതികൂലമുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ദൈവമക്കളെ എനിക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഹല്ലേലൂയ, ആരിലും ശ്രേഷ്ഠനായ ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മെ കൈപിടിച്ച് വഴി നടത്തുവാൻ വല്ലവനായ ദൈവം തന്നെയാണ്. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത നമ്മുടെ കർത്താവ്. നമ്മുടെ ബന്ധുക്കൾ നമ്മളെ മറന്നു പോകാം, നമ്മളെ കൂടെയുള്ളവർ നമ്മളെ മറന്നു പോകാം, നമ്മളെ നല്ലവരെന്ന് പറഞ്ഞവരും നമ്മളെ പുച്ഛിച്ചും തള്ളിയെന്ന് വന്നേക്കാം. ഓ ഹല്ലേലൂയ, 30 വർഷം 40 വർഷം സ്വന്തം ഭർത്താവിനോടുകൂടെ ജീവിച്ചിട്ട് പോലും അവർ പോലും ചില സമയങ്ങളിൽ നമ്മളെ തള്ളി പറയുമ്പോൾ, ഒരിക്കലും തള്ളാത്തവൻ, ഒരിക്കലും കൈവിടാത്തവൻ, ഒരിക്കലും ഹല്ലേലൂയ ഹല്ലേലൂയ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്, അവനിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല നാം വിശ്വസ്തയോടെ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കണ്ണുനീർ വരട്ടെ, കഷ്ടത വരട്ടെ, നിന്ന വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, നാം ഹല്ലേലൂയ പാട്ടുകാരൻ പാടുന്നത് പോലെ പാട്ടുകൾ പാടി ഞാൻ ആനന്ദത്തോടെ നിന്റെ സന്നിധിയിൽ എത്തുന്നത് വരെ നീ എന്നെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, ആരാധന നടത്താൻ കഴിയില്ലാത്ത അവസ്ഥ. ഞാൻ പറയട്ടെ, പല ചർച്ചകളും പൂട്ടിയിട്ടിരിക്കുക, പലയിടത്തും ആരാധന നടക്കുന്നില്ല. ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. വിശ്വാസത്തിന്റെ അളവ്, വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ഉയർച്ച, വിശ്വാസത്തിന്റെ തീഷ്ണത ഈ ദിവസങ്ങളിൽ കർത്താവ് പരീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭവനത്തിലിരുന്ന് നാം ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ആരെങ്കിലും കൂട്ടിച്ചേർത്ത് ആരാധിക്കാൻ പറ്റുമെങ്കിൽ നാം അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം കൂടെ പറയട്ടെ, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം, നാം നീതിയുള്ളവരായിരിക്കണം, നാം ദൈവസന്നിധിയിൽ നീതിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, ഹല്ലേലൂയ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതും, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് കാരണമായി തന്നെ തീരണം. ആ അവസ്ഥയിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളിലും,
ഏത് ഒറ്റപ്പെടലിലും ഹല്ലേലൂയ അവൻ നമ്മെ കൈപിടിച്ച് വഴി നടത്തുവാനിടയാകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതമായ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ പറയട്ടെ. എന്റെ സാക്ഷ്യം കേട്ട നിങ്ങൾ ഓരോരുത്തരെ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. സിസ്റ്റർ ലുദിയ അലക്സിനെ നിങ്ങൾ ഇപ്പോഴിങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയതേ മക്കളെ, ജീവിച്ചിരിക്കുമോ എന്ന് പോലും ചിന്തിച്ച സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ വയറ്റിനകത്തൊരു വേദന ഉണ്ടായിട്ട് ഞാൻ പറയട്ടെ, പല പ്രാവശ്യങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് അതിനു വേണ്ടി കാശ് ചെലവാക്കാനില്ലാതെ ഞാൻ ഒരു ദിവസം എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറയാനിടയായി, എൻ്റെ വയറ്റിനകത്തുള്ള വേദന എന്തെന്ന് ഒരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോകുവാൻ നിങ്ങൾ ഒരുങ്ങുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ മരിച്ചാൽ വേറെ കല്യാണം കഴിക്കാം എന്ന് ഞാൻ പറഞ്ഞ് ഇദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്നോട് പറയുക, എൻ്റെ വയറ്റില് യൂട്രസിനകത്ത് ചെറിയ ചെറിയ മുഴകളുണ്ട്, അതിനെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അന്നത്തെ സമയം എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു എന്നോട് പറയുക ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന്. എൻ്റെ അതായത് കർത്താവിന്റെ ദാസനിൽ അതില്ല. ഞാൻ നിൽക്കണം, സംഘടന എന്നെ സഹായിക്കത്തില്ല, ആരും എന്നെ സഹായിക്കത്തില്ല. പിന്നെ ഞാൻ ആരോട് ചോദിക്കുക? ഞാൻ അച്ചായനുമായിട്ട് വഴക്കിട്ട്, കാരണം എനിക്ക് വേദന കൊണ്ട് ഒരാളെ ആശ്രയം ഉണ്ടെങ്കിൽ എനിക്ക് എണിക്കാൻ പറ്റൂ, എനിക്ക് നൂരാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ. ഈ അവസ്ഥയായി ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവസനിൽ ഇങ്ങനെ കരഞ്ഞു, കർത്താവ് ഇതെന്ത് അവസ്ഥയാ എൻ്റെ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ നാട്ടിലാ, ഞാൻ ഊന്റെ ചർച്ചില് എൻ്റെ നാത്തും കൊച്ചിനോട് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ അതായത് കർത്താവിന്റെ ദാസൻ അതായത് വർഷിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളിയിൽ കൂടി ഇങ്ങനെ ഞാൻ അതായത് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ പുള്ളിയിൽ കൂടി കേൾക്കുന്ന ഒരു ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായവൻ. ഈ വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങി. ഹല്ലേലൂയ. ഞാൻ അതിനകത്ത് കയറി ഞാൻ കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്കൊരു ഡോക്ടറില്ല, എൻ്റെ കയ്യിൽ കാശില്ല, കർത്താവ് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ നീ സൗഖ്യമാക്കണം, ഞാൻ എൻ്റെ വേലയ്ക്ക് ഉപയോഗപ്പെടുവാൻ നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പൊട്ടി പൊട്ടി കരഞ്ഞു. അവിടെ ആരാധന വർഷിപ്പ് തീർന്നിട്ടും ഞാനിങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ പറയട്ടെ, എന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അടുത്തിപ്പോ യേശു നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തിപ്പോ കർത്താവ് നിൽക്കുന്നു, ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം എന്നോട് ചെല്ലാൻ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്നെ സ്കാനിങ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, യേശു നിങ്ങളെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ സ്വർഗം കൽപ്പിക്കാൻ ഇടയായി. എന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ എന്നോട് പറയുക, അത് ലുദിയ അന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഈ മുഴകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇന്ന് അത് ഇല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ദൈവ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ 2-3 വർഷത്തിന് മുമ്പേ വീണ്ടും എനിക്ക് ആ വേദന ഉണ്ടായിട്ട് എൻ്റെ വയറ്റിന്റെ ഒരു ഭാഗത്ത് മുഴച്ചു നിൽക്കുന്നുണ്ട്, നല്ല വേദനയുണ്ട്. എൻ്റെ 2ാമത്തെ കുഞ്ഞിനോട് പറഞ്ഞു, ഒന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ മിഷൻ ആസ്പത്രിയിലെ ഡോക്ടർ ടീന എന്നെ സ്കാനിങ് ചെയ്തു. എന്നെ സ്കാനിങ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഒരു മുഴയുണ്ട്, ഇതിനെ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ, അത് വേറെ എവിടെയെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷെ ഉള്ളിലൊരു ഭീതിയും ഒരു സങ്കടവും ഒക്കെ എനിക്ക് വന്നു. അപ്പൊ ഈ പുള്ളിക്കാരി ഇതെല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. എൻ്റെ ബ്ലഡ് ബോംബെയിൽ പോയി, അത് 2 ആഴ്ച കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വന്നു. എൻ്റെ കൊച്ചെന്നോട് പറയാ, മമ്മി ആ റിസൾട്ട് വന്ന് പോയി മേടിക്കാനായിട്ട് അവർ ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞടാ, ഈ ബൈക്കിൽ പെട്രോൾ, അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, മമ്മി എങ്ങനെ അവിടം വരെ പോകും, ഒത്തിരി ദൂരമുണ്ട്, ബൈക്കിൽ പെട്രോൾ ഇല്ല, എന്താ ചെയ്യാ? ഞാൻ ഉടനെ അവനോട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയി ഡ്രസ്, എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോകാനോ ആ റിസൾട്ട് വാങ്ങാനോ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ക്യാൻസർ എന്ന് അറിയുമെന്നുള്ളൊരു ഭീതിയാണ് എൻ്റെ ഉള്ളില്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് മേടിക്കണ്ട എന്നിരിക്കവേ ഇവളെന്നെ വഴക്ക് പറയാം, മമ്മി പോയി മേടിക്ക്, 2000 രൂപ കൊടുത്തതല്ലേ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, നീ വാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് എൻ്റെ ഈ ബൈക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഈ ഇതിനകത്ത് പെട്രോൾ ഇല്ലാന്ന് എൻ്റെ കൊച്ചു പറയാ, ഈ വണ്ടി ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പേ റിസൾട്ട് മേടിച്ച് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നവരെ ഒരിടത്ത് ഈ വണ്ടി നിൽക്കാൻ അനുവദിക്കരുത്, വീട്ടിൽ എത്തുന്നവരെ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ വണ്ടി കയറി ഞാൻ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു.
അപ്പോൾ റിസൾട്ടിന്, അതായത് ഈ റിസൾട്ട് വാങ്ങിക്കുന്നതിന്റെ പിറ്റേ ഞായറാഴ്ച എൻ്റെ ചർച്ചിൽ ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചു വന്നായിരുന്നു. അപ്പം ഞാൻ അവന്റെ ആശ്രമത്തിൽ നിന്ന് പഠിക്കുന്ന കൊച്ചാ. അപ്പൊ അവന്റെ ശരീരം എന്ന് പറഞ്ഞാൽ വയറെല്ലാം വീർത്തിട്ട് ശരീരം മൊത്തം നീരായിട്ട് ആ കൊച്ചു വന്നേ. അപ്പൊ ഞാൻ ഇവൻ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ പറ്റി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്, എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ ഉപേക്ഷിച്ച്, ആരും എന്നെ നോക്കാനില്ല, മമ്മി മമ്മി എന്ന് എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അവന്റെ ശരീരത്ത് കൈവച്ചു, അവന്റെ വയറ്റിൽ കൈവച്ചു, അവന് പ്രാർത്ഥിച്ച് വെള്ളമെല്ലാം കൊടുത്ത് ഞാൻ അവനെ വിട്ടു. അവൻ 2 ആഴ്ച കഴിഞ്ഞപ്പം ചർച്ചിൽ വരുമ്പോൾ ഞാൻ പ്രസംഗിക്കാനായിട്ട് എണീറ്റ് നിന്നപ്പോഴത്തേക്ക് ഒരു പുതിയ മുഖം കാണുന്നു. ഞാൻ ഓടി ആ കൊച്ചിനടുത്ത് നിന്നിട്ടുണ്ട്, മോൻ ഇന്ന് ആദ്യമായിട്ട് വരുന്നതാണോ എന്ന് ചോദിച്ചു. കാരണം അവന്റെ വയറ്റിൽ നീരില്ല, അവന്റെ കാലിലൊന്നും നീരില്ല, അവൻ പൂർണ്ണ സൗഖ്യമായി. അപ്പൊ എന്റെ ഉള്ളിൽ ഇവിടെ ഈ റിസൾട്ട് കിടന്ന് കലങ്ങുകയാണ്. അപ്പൊ ഞാൻ ദൈവത്തോടുകൂടെ ഞാൻ ആരാധനയ്ക്ക് തുടങ്ങിയപ്പോ ഞാൻ ഈ കർത്താവിനോട് സന്നിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുഞ്ഞിനെ കണ്ടോണ്ട് ഞാൻ ഓടി അവന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ മോനെ ആദ്യമായിട്ട് വരുന്നതാണോ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഇല്ല മമ്മി, ഞാൻ കഴിഞ്ഞതിന്റെ 2 ആഴ്ചക്ക് മുമ്പേ വന്ന് മമ്മി എനിക്ക് വെള്ളമൊക്കെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടിട്ട് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഓടി എന്റെ പറഞ്ഞാല് ഞാൻ വേദിയിൽ വന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് അവനെ സൗഖ്യമാക്കാമോ, എങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് എന്നെ സൗഖ്യമാക്കുന്നില്ല? അവന് വേണ്ടി നിനക്ക് പ്രവർത്തിക്കാമോ, എന്തുകൊണ്ട് നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ നീ അവന് വിടുതൽ കൊടുക്കാമെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, നീ എന്നെ സൗഖ്യമാക്കിയേ മതിയാവൂ എന്ന് ഞാൻ ദൈവത്തോട് പറയാനിടയായി. ഞാൻ പറയട്ടെ, ഹിന്ദിയിൽ ആരാധന നടക്കുന്നു, ഞാൻ കർത്താവിനോട് വഴക്കുണ്ടാക്കുന്നത് മലയാളത്തില. ഞാൻ ഇങ്ങനെ പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ പറയട്ടെ, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ സഭയല്ല ശ്രദ്ധിക്കണേ, ഞാൻ ഈ മുഖത്തോട് മുഖം എന്റെ കർത്താവിനെ കൊണ്ടുകൊണ്ടാ ചോദിക്കണേ. അവനെ സൗഖ്യമാക്കാമെങ്കിൽ നിനക്ക് എന്നെ സൗഖ്യമാക്കാം. അതിനു മുമ്പേ 2 ആഴ്ചക്ക്, അതിന് മുമ്പേ 1 മാസത്തിന് മുമ്പേ, അതായത് ഷുഗർ പേഷ്യന്റ് ആയിട്ട് വിരലുകൾ മുറിക്കണമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ ഓപ്പറേഷന് വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി വീട്ടിൽ കൊണ്ടുവന്ന് 4 പേര് ചേർന്ന് ബൊലോറയിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോ അവന് വേണ്ടി പ്രാർത്ഥിച്ച് ആ മനുഷ്യന്റെ കാലിന് നീര് മാറി, ആ കറുപ്പിന്റെ അവസ്ഥയെ മാറി, പൂർണ്ണമായി വിടുതൽ കിട്ടിയ ആ വ്യക്തിയും അവിടെ ഇരുന്ന് ആരാധിക്കുകയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് പറയുകയാണ്, അവനെ നിനക്ക് സൗഖ്യമാക്കാം, ഇവനെ നിനക്ക് സൗഖ്യമാക്കാം, പിന്നെ എന്തുകൊണ്ട് എന്നോട് ചെയ്തുകൂടാ? ഹല്ലേലൂയ. എന്ത് കണ്ടോ എന്നോട് ചെയ്തുകൂടാ? പിറ്റേ ദിവസം ഞാൻ അവന് മോന്റെ കൂടെ പോയി ഈ റിസൾട്ട് വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോ ഡോക്ടർ ടീന തിരിച്ചു മറിച്ചു ഒക്കെ നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരോട് കൂടി പഠിച്ച എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. അവരോട് ആ മറുപടി വരുന്നത് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഈ മറുപടി വരുന്നത് വരെയും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാം, ലുതിയ എന്താ ചെയ്തേ? ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്ററെ? ലുതിയക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അവിടെ ഒരു മുഴയില്ല ലുതിയക്ക് ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഓരോ രാത്രിയിലും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്റെ ശരീരത്ത് ഒരു കത്തിയോ ഒരു മുള്ളോ തൊടാൻ നീ അനുവദിക്കരുത്. എന്നെ കീറി മുറിച്ചൊരു പെട്ടിക്കകത്ത് വെക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നെ നിന്റെ കരം തൊട്ട് നീ എന്നെ സൗഖ്യമാക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ പറയട്ടെ, ഞായറാഴ്ച ദൈവത്തോട് വഴക്കുണ്ടാക്കിയിട്ടാ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോലും പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയം ഈ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ദൈവം വിടുവിച്ചത്. ഹല്ലേലൂയ. അത് ഒരു കത്തോലിക്കയായ ഒരു സിസ്റ്ററുടെ വായിൽ നിന്ന് വരണമെങ്കിൽ അത് ദൈവത്തിന് മഹത്വം തന്നെയാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ലുതിയയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഈ ശരീരത്ത് ഒന്നും ചെയ്യാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. കാരണം ഞാൻ പറയാം, ഞാൻ മറ്റുള്ളവർക്ക് സൗഖ്യം നേടിക്കൊടുക്കണമെങ്കിൽ ആദ്യം എനിക്ക് സൗഖ്യം വേണം. ഞാൻ അങ്ങനെ പറയണേ, എനിക്ക് സൗഖ്യം അത് കഴിഞ്ഞിട്ട് മതി മറ്റവർക്ക്. അല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ സാക്ഷിയില്ലാതെ ഞാൻ എന്തോ സൗഖ്യം നേടും? ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നോട് പറയുക, അത് ചോറ് കാണുമ്പോ ഭയങ്കരമായിട്ട് അലറി കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവര് പറയുമ്പോ പെട്ടെന്ന് എന്റെ ഉള്ളില് അത് കൊള്ളതാണെന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് ഒരു ഗ്ലാസ് അരിയിട്ട് ചോറ് വെച്ച് ഉണ്ടാക്കിയ കറിയൊക്കെ എടുത്തോണ്ടെന്ന് ഞാൻ ഇവളുടെ മുമ്പേ കൊണ്ടുവച്ചതും ഈ കുട്ടി അങ്ങോട്ട് ആലോറാൻ തുടങ്ങി. മമ്മി എന്ന് പറഞ്ഞ് അങ്ങ് നിലവിളിച്ച് ചാടി എണീറ്റ് മുടിയെല്ലാം വിരുത്ത് ആലറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, എവിടെ മേൽ നിൽക്കുന്നത് അന്ധകാര ശക്തിയാണെന്ന്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ട? ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ തന്നെ എവിടെ ആടാൻ തുടങ്ങി. ആടി അവളിൽ നിന്ന് ഭൂതം തന്നെ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് വിളിച്ചു പോകുന്നതിന് മുമ്പേ തന്നെ കർത്താവ് വീണ്ടും പറയുക, അവിടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചതും അവിടെ വീണു. അവിടെ ശരീരത്തിൽ നിന്ന് ദുഷ്ടാത്മാവ് വിട്ടുപോയി.
പിന്നെ ഞാൻ രണ്ടാമത് ആഹാരം എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അവൾ വയർ നിറച്ച് 2 പ്രാവശ്യം, പറയട്ടെ 6 മാസമായി ആ കുട്ടി ആഹാരം കഴിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി മാത്രം ജീവിച്ച കുട്ടി. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു, അവൾ അത് കഴിച്ച് തൃപ്തയായിട്ട് പോവാനിടയ്ക്ക്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, എന്നെ ഒരുക്കുന്നതും എന്റെ കർത്താവ്, എന്നെ പണിയുന്നതും കർത്താവ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. കർത്താവ് യിരെമ്യാവിനോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക, ഞാൻ നിന്നെ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. കുശവൻ എങ്ങനെയാണ് ഹല്ലേലൂയ അവൻ ആ കളിമണ്ണ് ഉടഞ്ഞു പോയതിനെ പണിയുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ വചനം എന്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങി. ശരിയാണ്, പലപ്പോഴും തമ്പുരാൻ നമ്മളെ ഉടച്ച് പണിയുമ്പോൾ നമുക്ക് വേദനയുണ്ട്. പലപ്പോഴും നമ്മളെ പണിതെടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ വരും. പലപ്പോഴും ഉടയ്ക്കുമ്പോൾ നാം തകർന്നു പോകാറുണ്ട്. ഞാൻ പറയട്ടെ, ഏതവസ്ഥയിലും നമ്മളെ പണിത് രൂപാന്തരപ്പെടുത്തി മറ്റുള്ളവർക്ക് ഹല്ലേലൂയ നല്ലൊരു പാത്രമാക്കി തീർത്ത, അതിനകത്തൊരു ലേബലൊട്ടിച്ച് ഇത് യഹോവയ്ക്കുള്ളതെന്ന് പറയുവാൻ അതിനു വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവത്തോടെ മുന്നേറുവാൻ തൊക്കെ കഴിയുള്ളൂ. ഞാൻ ദൈവത്തോടെ എപ്പോഴും പറയാറുണ്ട്, എന്നെ നീ ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ, ഞാൻ പറയട്ടെ, പല ദിവസങ്ങളില്, പല ഞായറാഴ്ചകളില്, പല ദിവസങ്ങളില് ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് രാവിലെയും കർത്താവിനോട് ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ ഉടയ്ക്കുന്നേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഉടയ്ക്കുന്നേ? അപ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത്, എനിക്ക് നിന്നെ പണിത് മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള ഒരു പാത്രമാക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഹല്ലേലൂയ, ഞാൻ സകലത്തിലും തികഞ്ഞ, സകല സന്തോഷത്തിലും, സകല ഹല്ലേലൂയ സമാധാനത്തിലും, സകലത്തിലും തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നും തീയിൽ കൂടി, വേദനയിൽ കൂടി, ഇന്നും നിന്നയിൽ കൂടി, പരിഹാസത്തിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾക്ക് മുന്നാകെ എനിക്ക് പറയാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ അന്ത്യം വരെയും നമ്മളെ നടത്തും, അന്ത്യം വരെ അവൻ കൈവിടും. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നമ്മളെ വേണ്ടെന്ന് തീരുമാനിച്ചാലും, ആരെല്ലാം നമ്മളെ പുറന്തള്ളിയാലും, നമ്മുടെ തമ്പുരാൻ ഒരിക്കലും നമ്മളെ കൈവിടാൻ കഴിയയില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ആത്മാർത്ഥതയാൽ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമുക്കെതിരായി മാറിയാലും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കയില്ല എന്ന്. ആ കർത്താവിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഏതവസ്ഥയിലായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു, ഞാൻ പറയട്ടെ, ഒരു കുടുംബത്തിന് വേണ്ടി കണ്ണീരൊഴിക്കുവാൻ അത് നിന്നെ തരും കർത്താവ്. അതായത് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, ഒരു സഭയ്ക്ക് വേണ്ടി കരയുവാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, ഒരു ദേശത്തിന് വേണ്ടി കരയുവാൻ കർത്താവ് നിന്നെ നിയോഗിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ദൗത്യം നാം പൂർത്തീകരിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. ശോധന വരുന്നു, വേദന വരുന്നു, കണ്ണുനീർ വരുന്നു, നിന്ന വരുന്നു, ഇതൊക്കെ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും മാറിപ്പോകരുത്. ക്രിസ്തു ആകുന്ന പാറമേൽ നാം അടിസ്ഥാനമുള്ളവരായി വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലൊക്കെ അതേ ധൈര്യത്തോടെ, പ്രത്യാശയോടെ ഞാൻ പറയട്ടെ, നാം ആരും പ്രതികൂലങ്ങളെ കണ്ട്, ഹല്ലേലൂയ, പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാതെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, പ്രതികൂലത്തെയല്ല നാം മുന്നിൽ കാണേണ്ടത്, നമ്മുടെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ. കർത്താവ് എന്റെ ഈ സാക്ഷ്യം നിങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ. നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു, ഇന്ന് ദൈവത്തിന്റെ അത്ഭുത ശക്തി, അവന്റെ അഭിഷേകത്തിന്റെ കരം നിങ്ങളുടെ മേൽ വീണിട്ട് നിങ്ങൾ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ഈ ചാനലിൽ എനിക്ക് വേണ്ടി സമയം തന്ന സിസ്റ്ററെയും ഈ ചാനലിനെയും കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്ന സമയത്തിന് വളരെ നന്ദി. വീണ്ടും നമുക്ക് കാണുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. 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 ആമേൻ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദിയുണ്ട്. കർത്താവ് ആമേൻ. താങ്ക് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചാട്ട് പ്രാർത്ഥിക്കട്ടെ. വീണ്ടെടുപ്പുകാരനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം.
നീ നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നല്ല കർത്താവെന്ന് ഒരു പ്രാവശ്യം കൂടെ നിന്റെ സാക്ഷ്യമായി കടന്നു വരുവാൻ ഈ ചാനലിൽ കർത്താവെ പറയുവാൻ എന്തൊക്കെ ഞാൻ തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. അതാ നീ നടത്തിയ വിധങ്ങള്, നിന്റെ പ്രവൃത്തികൾ കർത്താവെ, എനിക്ക് വേണ്ടി നീ ചെയ്ത സകല ഉപകാരങ്ങളെയും ഇന്ന് പൽക്കാലം കർത്താവെ ഈ ചാനൽ അടിയാള് ഷെയർ ചെയ്തപ്പോൾ അനേകരുടെ ജീവിതത്തിൽ എവിടെയാണ് തകർച്ച, എവിടെയാണ് നിന്ന, എവിടെയാണ് പോരാട്ടം കർത്താവെ, അതിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച് നിന്റെ സനയിൽ ഒന്നുകൂടി ക്രമീകരിച്ച് മുന്നോട്ട് കയറി വരുവാൻ തൊക്കണം ഇടയാക്കണമേ. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ അപ്പ. ഈ ചാനലിനെ അനുഗ്രഹിക്കണം, സിസ്റ്റം കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. അനേകർ കർത്താവെ തീയിൽ കൂടി ശോധന കഴിച്ച നീ പുറത്തു കൊണ്ടുവരുന്ന ദൈവം എന്ന് ഇന്ന് പാൽക്കാലം തന്നെ കർത്താവെ അടിയൊക്കെ പറയുവാൻ തൊക്കണം കഴിഞ്ഞല്ലോ നാഥ. എന്താണ് അങ്ങയുടെ തീരുമാനം, എന്താണ് അങ്ങയുടെ ഹിതം എന്ന് ഓർത്ത് ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ഓരോരുത്തരെ സഹായിച്ചാട്ടെ കർത്താവെ. നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ സാക്ഷി മുഖാന്തരം കർത്താവ് അനേകരെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായിരിക്കാൻ, വിടുതലിന് കാരണമായിരിക്കാൻ കർത്താവെ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ ഒന്നുകൂടി കർത്താവെ ഉറച്ചു നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളാൽ നിറച്ചാട്ടെ, അനുഗ്രഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നീ കൂടെ ഇരിക്കണമേ. സകല നന്മകളാൽ നിറയ്ക്കുന്നതിന്റെ സാന്നിധ്യം വ്യാപരിക്കണം. കൃപയിൽ അവിടെ നിന്ന് പൊതിഞ്ഞോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിനായി ഞങ്ങൾ എല്ലാവരും നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് നിന്റെ സന്നിൽ വിശുദ്ധിയിലും വേർപാടിലും കർത്താവെ തീരുമാനത്തിലും മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളാൽ നിറയ്ക്കും, ക്രൂശിന്റെ മറയിൽ മറയ്ക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.